Good evening all. Welcome to Zodiac Academy. I am Shenoy as Academic Coordinator, Pharmacy Wing. ഇവിടെ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ പുതിയ ഫാർമസിയുടെ തന്നെ ഡെമോ ക്ലാസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൂടാതെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് എൻ്റെ പാർട്ടായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒന്ന് രണ്ട് വാക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് സോഡിയാക്, അതായത് നമ്മളൊരു 20 വർഷമായിട്ട് മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ ഫീൽഡിൽ അക്കാഡമിക് ട്രെയിനിങ് സ്റ്റുഡൻസിനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കേരളത്തിലുടനീളം 100-ൽ പരം സെന്റേഴ്സ് ഉണ്ട്. മെഡിക്കൽ ഫീൽഡിലും അതുപോലെ പാരാമെഡിക്കൽ ഫീൽഡിലും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സെന്ററാണ് സോഡിയാക്. പബ്ലിക്കേഷൻ ലെവലിലാണെന്നുണ്ടെങ്കിൽ നാഷണൽ ലെവൽ വരെ റീച്ച് എത്തിയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ വിങ് നമുക്കുണ്ട്, സ്വന്തമായിട്ടുള്ളതാണ്. അതുപോലെ മറ്റ് പാരാമെഡിക്കൽ ഫീൽഡിലേക്ക് സ്റ്റാഫ് നഴ്സ്, ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ്, JHI ആൻഡ് JPHN ഇവർക്കൊക്കെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓൺലൈൻ ക്ലാസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു പോളിസി എന്ന് വെച്ചാൽ നമുക്കിവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ടീം, ക്വാളിറ്റി ഉള്ള എക്സ്പീരിയൻസ് ടീമാണ് നമുക്കുള്ളത്. കൂടാതെ ഓരോ ഇപ്പോൾ പാരാമെഡിക്കൽസ് ആയാലും ഫാർമസിക്കായാലും തന്നെ വീക്കിലി, ഡെയിലി ബേസ് ആയിട്ടുള്ള, വീക്കിലി ബേസ് ആയിട്ടുള്ള, മന്ത്ലി ബേസ് ആയിട്ടുള്ള ഓൺലൈൻ എക്സാംസ് ഇപ്പോൾ നമ്മുടെ പുതിയ പ്ലാറ്റ്ഫോം ബേസ് ആയിട്ട്, നേരത്തെ ക്ലാസ് ബേസ് ആയിട്ട് ഇപ്പോൾ ഓൺലൈൻ ബേസ് ആയിട്ടുള്ള എക്സാംസ് ഉണ്ട്. അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 100% റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇതിനു മുന്നേ ഇവിടെ കോച്ചിങ്ങിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഇന്ന് പല ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ, പല ഫാർമസി ആൻഡ് അതർ പാരാമെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ അക്കാഡമിക് പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫാർമസിയിൽ നമ്മളിപ്പോൾ ടോട്ടൽ ഒരു 120 അവർ ആണ് ക്ലാസ്സിൽ ടോട്ടൽ സബ്ജക്ട്സ് നമ്മൾ 120 അവർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അത് പ്യുവറായിട്ട് നമ്മൾ ഡിപ്ലോമ സിലബസ് ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഫാർമസിസ്റ്റ് എന്നുള്ള പോസ്റ്റിലത്തേക്ക് വേണ്ടിയുള്ള ഡിപ്ലോമ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ഈ ക്ലാസ്സുകൾ ഉണ്ടാവുക. നമ്മുടെ മേജർ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള മേജർ സബ്ജക്ട്സ്, അതായത് ഫാർമക്കോളജി, ഫാർമസ്യൂട്ടിക്സ്, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ആൻഡ് ഫാർമക്കോഗ്നോസി, ഈ മേജർ സബ്ജക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് PSC ബേസ് ചെയ്തിട്ട് ഫാർമസി ചോദിക്കാറുള്ളതും. അപ്പോൾ അതിനെ ആണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 120 അവറിലെ മേജർ പാർട്ട് വന്നിട്ട് ഈ പറഞ്ഞ 4 സബ്ജക്ട്സും, ബാക്കിയുള്ള ബയോകെമിസ്ട്രി ഉണ്ട്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഫാർമസി ഉണ്ട്, ഫിസിയോളജി ആൻഡ് അനാട്ടമി, അങ്ങനെയുള്ള മറ്റ് സബ്ജക്ട്സ്, ഡ്രഗ്സ് ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്, ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ്, അപ്പോൾ ഇങ്ങനെയുള്ള സബ്ജക്ട്സ് എല്ലാം ഇതിനകത്തും ഉള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും, അതുപോലെ തന്നെ ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഇൻ PSC ബേസ് ആയിട്ടുള്ള ടോപ്പിക്സ് ബാക്കി കവർ ചെയ്യുന്നതായിരിക്കും. ഇനി വീക്കിലി 2 മണിക്കൂർ വീതമുള്ള 2 ക്ലാസ്സാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഇതിലുണ്ടാവുക. പിന്നെ PSCയുടെ നോട്ടിഫിക്കേഷൻ, എക്സാം ഡേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള നോട്ടിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഈ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യത്തക്ക രീതിയിൽ നമ്പർ ഓഫ് ക്ലാസ്സസ് നമ്മൾ റൈസ് ചെയ്യും. പിന്നെ ഓരോ സബ്ജക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസും, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, സോൾവ്ഡ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ മോഡൽ ടെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഡെയിലി ബേസിസ്, അതുപോലെ തന്നെ വീക്കിലി, ഡെയിലി നമ്മൾ യൂണിറ്റ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വീക്കിലിയും ആൻഡ് മന്ത്ലി ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാംസും ഇതിന്റെ പാർട്ടായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യും. ഇനി നമുക്ക് ഫാർമസി ലെവലിൽ ഉള്ള സബ്ജക്ട്സ് നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരണ്ട, എന്നാലും ഞാനൊന്ന് ഒരു ഇൻട്രൊഡക്ഷൻ്റെ പാർട്ടായിട്ട് പറയുകയാണ്. ടോട്ടൽ നമുക്ക് 12 സബ്ജക്ട്സ് ആണ് ഉള്ളത്. അതിൽ ഇപ്പം ഞാൻ ഫാർമസ്യൂട്ടിക്സും ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയും ആൻഡ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡിനെ ചേർത്ത് ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഫാർമസ്യൂട്ടിക്സ് 1 and 2, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി 1 and 2, ഫാർമക്കോളജി, ഫാർമക്കോഗ്നോസി, ബയോകെമിസ്ട്രി, അനാട്ടമി ആൻഡ് ഫിസിയോളജി, ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി ഫാർമസി, ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ്, ഹോസ്പിറ്റൽ ആൻഡ് ക്ലിനിക്കൽ ഫാർമസി ആൻഡ് ഡ്രഗ്സ് ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്. ഇത്രയും സബ്ജക്ട്സ് ആണ് നമ്മൾക്ക് കവർ ചെയ്യാനുള്ളത്. ഇതിൽ നിന്നുള്ള മേജർ ആയിട്ടുള്ള, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് PSC ലെവലിൽ കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും.
അപ്പം ഇതൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് പറഞ്ഞാണ്. നമുക്ക് നമ്മുടെ സബ്ജക്ട്സിലോട്ട് കിടക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ, ഈ ഒരു ഡെമോ ക്ലാസ്സിൽ പറഞ്ഞുതരാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഫാർമക്കോളജി, ഫാർമക്കോളജിയുടെ ജനറൽ ഫാർമക്കോളജി പാർട്ടാണ്. So, what is pharmacology? Pharmacology is a science which deals with the knowledge or the science of drugs. Drugs നെ ബേസ് ചെയ്തിട്ടുള്ള ഡ്രഗ്സിന്റെ സയൻസിനാണ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ ഫാർമക്കോളജി എന്ന് പറയുക. വാട്ട് ഈസ് ഡ്രഗ്? ഡ്രഗ് എന്ന് പറയുന്നത്, ഡ്രഗ് ഇസ് എനി സബ്സ്റ്റൻസസ് വിച്ച് പ്രൊഡ്യൂസ് എ ഡിസൈർഡ് physiological action in an organism or in a tissue or a particular organ. അപ്പോൾ അങ്ങനെ ഒരു ഓർഗനിലോ അല്ലെങ്കിൽ ഒരു ഓർഗാനിസം തന്നെയാണ് ഒരു ഡിസൈർഡ് ഫാർമക്കോളജിക്കൽ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് സബ്സ്റ്റൻസ് നമ്മൾ ഡ്രഗ് എന്ന് പറയാം. അപ്പോൾ ഈ ഡ്രഗിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഫാർമക്കോളജി എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വരും? അതിന്റെ ഡ്രഗിന്റെ നെയിം വരുന്നുണ്ട്, അതിന്റെ എഫിക്കസി വരുന്നുണ്ട്, അതിന്റെ ഫാർമക്കോ കൈനറ്റിക്, ദാറ്റ് ഇസ് ADME, അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മെറ്റബോളിസം ആൻഡ് എലിമിനേഷൻ, ഈ ഒരു പാർട്സ് വരുന്നുണ്ട്. ദെൻ ഫാർമക്കോ ഡൈനാമിക് പാർട്ട്, അതായത് മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് ഇറ്റ്സ് എഫിക്കസി ഓഫ് ദ ഡ്രഗ്സ് ആൻഡ് ഇറ്റ്സ് ടോക്സിസിറ്റി, ADR, ഇതെല്ലാമാണ് ഫാർമക്കോളജിയിൽ വരിക. ഇനി അതില് മേജറായിട്ട് രണ്ട് ഡിവിഷൻസ് ഉണ്ട്. ഇത് കൂടാതെ അതിനകത്ത് ഇത് മെറ്റീരിയ മെഡിക്ക, അതായത് മെറ്റീരിയ മെഡിക്ക എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള എന്തൊക്കെ പാർട്ട് നമ്മൾ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യാം, അതിന്റെ ഡിസ്ക്രിപ്ഷൻസ് എല്ലാമാണ് മെറ്റീരിയ മെഡിക്കൽ വരിക. ദെൻ ഫാർമക്കോ ഡൈനാമിക്സ്. ഫാർമക്കോ ഡൈനാമിക്സ് മീൻസ് വാട്ട് ദ ഡ്രഗ് ഡസ് ടു ദ ബോഡി. ഒരു ഡ്രഗ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ റൂട്ട് വഴി നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ആ ഡ്രഗ് എന്തൊക്കെ എഫക്ട്, അതിന്റെ എഫിക്കസി ഏതൊക്കെ തരത്തിലത് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ഫാർമക്കോ ഡൈനാമിക്സിനകത്ത് വരിക. ദെൻ ഫാർമക്കോ കൈനറ്റിക്സ്. ഫാർമക്കോ കൈനറ്റിക്സ് എന്ന് പറയുന്നത് വാട്ട് ദ ബോഡി ഡസ് ടു ഡ്രഗ്സ്. ഒരു ഡ്രഗ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അത് അതിന്റെ അബ്സോർപ്ഷൻ, അബ്സോർബ് ചെയ്ത ഡ്രഗ്സ് നമ്മുടെ ബോഡിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ മെറ്റബോളിസം ആൻഡ് ഫൈനലി ഇറ്റ്സ് ഫാറ്റ് ഓർ എലിമിനേഷൻ ഫ്രം അവർ ബോഡി, അതൊക്കെയാണ് ഫാർമക്കോകൈനറ്റിക്സിനകത്തുള്ളത്. നെക്സ്റ്റ് ഈസ് തെറാപ്യൂട്ടിക്സ്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാർമക്കോളജി ആൻഡ് തെറാപ്യൂട്ടിക്സ്? ഫാർമക്കോളജി ഇസ് ദ സയൻസ് ഓഫ് ഡ്രഗ്. ഡ്രഗിനെ കുറിച്ചുള്ള സയൻസ് ആണ് ഫാർമക്കോളജി എന്ന് പറയുന്നത്. തെറാപ്യൂട്ടിക്, ദാറ്റ് ഈസ് ആൾസോ എ സയൻസ്. വിത്ത് ദ യൂസ് ഓഫ് ദി ഡ്രഗ്സ് the particular disease can be treated. How we can treat? With the knowledge of the drug. അതായത് ഒരു പർട്ടിക്കുലർ ഡ്രഗ് അല്ലെങ്കിൽ അതിന്റെ പർട്ടിക്കുലർ ക്ലാസ് ഓഫ് ദ ഡ്രഗ് യൂസ് ചെയ്തിട്ട് ഒരു ഡിസീസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ അതിന്റെ സയൻസിനെ നമ്മൾ തെറാപ്യൂട്ടിക്സ് എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് ക്ലിനിക്കൽ ഫാർമക്കോളജി. ദാറ്റ് മീൻസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് തെറാപ്യൂട്ടിക്സ് ഇൻ ഹ്യൂമൻ സിസ്റ്റം. അതായത് ഹ്യൂമനിൽ നമ്മൾ അതിനെ ഒരു it is concerned with the use of the drug in a scientific way in human system. അതിനെയാണ് നമ്മൾ ക്ലിനിക്കൽ ഫാർമക്കോളജി എന്ന് പറയാം. Then chemotherapy. These are some topics which are related topics ആണ്. Chemotherapy and therapeutics and pharmacology. ഇവിടെ കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ the application of chemical agents or with the drugs we are treating to eliminate some pathogenic organisms. For example, that microorganisms and that other microorganisms against ആയിട്ട് അല്ലെങ്കിൽ ക്യാൻസർ, ആന്റി ക്യാൻസർ തെറാപ്പിക്ക് വേണ്ടി നമ്മൾ ഡ്രഗ് യൂസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റിനെ നമ്മൾ കീമോതെറാപ്പി എന്ന് പറയാം. ഇത് കഴിയുമ്പോഴത്തേക്കും ഡ്രഗിൽ തന്നെ നമുക്കറിയാം എല്ലാ ഡ്രഗിനും അതിന് അഡ്വേഴ്സ് എഫക്ട് ഉണ്ടാവും അല്ലെങ്കിൽ ടോക്സിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഡ്രഗിന്റെ ടോക്സിക് എഫക്ട് അല്ലെങ്കിൽ അതിന്റെ അഡ്വേഴ്സ് എഫക്ട്സിനെ കുറിച്ചുള്ള അതിന്റെ സ്റ്റഡി ചെയ്യുന്നതിന് അതാണ് ടോക്സിക്കോളജിയിൽ വരിക. ഈ ടോക്സിക്കോളജിയിൽ ഇത് കൂടാതെ തന്നെ പോയിസൺസ്, അത് സ്റ്റഡി ഓഫ് പോയിസൺ, ദാറ്റ് ആൾസോ കവേർഡ് അണ്ടർ ദ ടോക്സിക്കോളജി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫാർമക്കോളജിയിൽ മേജറായിട്ട് വരുന്നത്. ഇനി ഫാർമക്കോളജി പാർട്ടിൽ ഫസ്റ്റ് അതിന്റെ ഒരു വരുന്നത് അതിന്റെ ഫാർമക്കോ കൈനറ്റിക് പാർട്ടാണ്. ഫാർമക്കോ കൈനറ്റിക്സിന്റെ അതിനകത്ത് 4 ഡിവിഷൻസ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഡിവിഷൻ അബ്സോർപ്ഷൻ, സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ, തേർഡ് മെറ്റബോളിസം ആൻഡ് ഫോർത്ത് എന്ന് പറയുന്നത് എലിമിനേഷൻ. ആൻഡ് ഫസ്റ്റ് പാർട്ട് ഈസ് അബ്സോർപ്ഷൻ. നമ്മളൊരു ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്തതിനു ശേഷം അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ അത് ഡിഫറെന്റ് ബയോളജിക്കൽ മെംബ്രെയിൻ ക്രോസ് ചെയ്യണം. ആ ബയോളജിക്കൽ മെംബ്രെയിൻ ക്രോസ് ചെയ്താണ് നമ്മളുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തുക. അപ്പോൾ
സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തുമ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം ഓർത്തിരിക്കുന്നത് വെച്ചാൽ ബയോ അവൈലബിലിറ്റി. വാട്ട് ഈസ് ബയോ അവൈലബിലിറ്റി എന്നുള്ളത് ഫസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. ബയോ അവൈലബിലിറ്റി വെച്ചാൽ a drug after any route of administration it reaches the systemic circulation and the site of action at a desired and produce a pharmacological effect. അപ്പോൾ ഇങ്ങനെ ഇത് pharmacological effect പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് ഏതൊരു സൈറ്റിൽ നിന്ന് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും അത് സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തണം. എന്നാൽ മാത്രമേ നമ്മൾ മറ്റു ബോഡി പാർട്ടിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചില സം കൈനറ്റിക് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആൻഡ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറയും. അതിൽ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് it is purely depends upon the concentration, and second order kinetics or zero order kinetics it is independent of the concentration. എന്താണ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്? ഇവിടെ അതിനകത്ത് അബ്സോർപ്ഷൻ ആയാലും വേണം, ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എലിമിനേഷൻ, ഇവിടെ എല്ലാം തന്നെ ഈ കൈനറ്റിക്സ് ആക്ട് ചെയ്യുന്നുണ്ട്, കൈനറ്റിക് പാർട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ആദ്യം പറഞ്ഞു ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൽ ഇറ്റ് ഈസ് പറഞ്ഞിരുന്നു ഇറ്റ് ഈസ് പ്യൂർലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ. ഒരു ഡ്രഗ് കോൺസെൻട്രേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു കോൺസെൻട്രേഷൻ മാത്രം പോരാ, അവിടെ ഈ നമ്മൾ പല ഡ്രഗിനും അതിന്റെ ആക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ബയോളജിക്കൽ മെമ്പറൈൻ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി ചില റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ സം കാരിയേഴ്സ് വേണം. ദ നമ്പർ ഓഫ് കാരിയേഴ്സ് ഓർ റിസപ്റ്റേഴ്സ് ഇൻ ദ പ്രസൻസിൽ അതിന്റെ അഡിക്വേറ്റ് ക്വാണ്ടിറ്റി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യും. ദാറ്റ് ഈസ് എ പർട്ടിക്കുലർ പെർസെൻറ്റേജ് ആണ് അവിടെ, അല്ലെങ്കിൽ ഒരു റേറ്റ്, ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ടാണ് ഓരോ ഡ്രഗും ഈ പറഞ്ഞ അബ്സോർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിനെ എലിമിനേറ്റ് ചെയ്യുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് സീറോ ഓർഡർ കൈനറ്റിക്സിലാണെങ്കിൽ അവിടെ it is independent of the concentration. There is only particular amount of some particular amount of drug is absorbed and distributed and also eliminated. ഇവിടെ നമുക്ക് നോക്കാം, that is absorption is the passage of drug across the biological membrane. അപ്പം ഒരു ബയോളജിക്കൽ മെമ്പറൈൻ പാസ് ചെയ്താൽ മാത്രമേ, എസ്പെഷ്യലി നമ്മൾ ഒരു ഓറൽ അല്ലെങ്കിൽ എൻഡറൽ റൂട്ട് വഴി കൊടുക്കുന്ന ഡ്രഗ് നമുക്ക് സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തുള്ളൂ. അത് ഏതൊക്കെ തരത്തിലുള്ള അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് അബ്സോർപ്ഷൻ ഉണ്ടെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് പാസീവ് ട്രാൻസ്ഫർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയും. അതിൽ പാസീവ് ട്രാൻസ്ഫർ അതിനകത്ത് ഇറ്റ്സ് അഗൈൻ ഡിവൈഡഡ് ഇൻടു സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഫിൽട്രേഷൻ, and in case of specialized transport it is again divided into active transport, facilitated diffusion and pinocytosis. എന്താണ് സിമ്പിൾ ഡിഫ്യൂഷൻ? അതായത് എല്ലാ ഡ്രഗും ഒന്നുകിൽ അത് വാട്ടർ സോലുബിൾ അല്ലെങ്കിൽ ലിപ്പിഡ് സോലുബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് മാത്രമേ ബയോളജിക്കൽ മെംബ്രെയിൻസ് ക്രോസ് ചെയ്യുള്ളൂ. അപ്പം വാട്ടർ സോലുബിളും ലിപ്പിഡ് സോലുബിളും അല്ലാത്ത മെറ്റീരിയൽസ് ബയോളജിക്കൽ മെംബ്രെയിൻസ് ക്രോസ് ചെയ്യത്തില്ല. അപ്പം ഹിയർ ഇൻ സിമ്പിൾ ഡിഫ്യൂഷൻ it is a to and fro movement of the particles across a membrane, biological membrane. അതാണ് അവിടെ സിമ്പിൾ ഡിഫ്യൂഷനിൽ വരിക. ഒരു എല്ലാ ലിപ്പിഡ് സോലുബിൾ ആയിട്ടുള്ളതും വാട്ടർ സോലുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും ബയോളജിക്കൽ മെംബ്രെയിൻ ക്രോസ് ചെയ്യുന്നത് ഈ സിമ്പിൾ ഡിഫ്യൂഷൻ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോൺസെൻട്രേഷൻ ബേസ് ചെയ്തിട്ട്. ഇനി സെക്കൻഡ് വൺ ഈസ് ഫിൽട്രേഷൻ. ഇവിടെ ഫിൽട്രേഷനിൽ പർട്ടിക്കുലർലി ദാറ്റ് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള drugs or materials should be it is only pass through that pores of the cell membranes-നുള്ള അല്ലെങ്കിൽ സെൽ ഓർഗനൽസിനുള്ള പോഴ്സിൽ കൂടെ മാത്രം പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടർ സോലുബിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ അവിടെ ഫിൽട്രേഷൻ വഴി പാസ് ചെയ്യത്തുള്ളൂ. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ട് ആണ്. സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പോർട്ടിൽ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉണ്ട്, അതുപോലെ പീനോസൈറ്റോസിസ് ഉണ്ട്. എന്താണ് ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്? നമ്മൾ ആ പേരിൽ തന്നെ ഉണ്ട്. ആക്റ്റീവ് മീൻസ് ഇറ്റ് റിക്വയർഡ് എനർജി ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് മെറ്റീരിയൽ ഫ്രം എ ബയോളജിക്കൽ ഫ്രം വൺ സൈഡ് ടു നെക്സ്റ്റ് സൈഡ് ഓഫ് ദ ബയോളജിക്കൽ മെംബ്രെയിൻ. ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലോട്ട് പോകണമെങ്കിൽ അവിടെ എന്താണ്, ഒരു എനർജി വേണം. അപ്പൊ എനർജിക്ക് ചിലപ്പോൾ ATP യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു കാരിയറിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് കാരിയർ അസിസ്റ്റഡ് ട്രാൻസ്പോർട്ട് എന്നും പറയും. കാരിയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈസ് അതർവൈസ് നോൺ ആസ് കാരിയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നുണ്ട്. In case അവിടെ second facilitated diffusion, there also required a carrier, some protein carrier, but it does not require any energy. Energyയുടെ ആവശ്യം അവിടെ വരുന്നില്ല facilitated diffusion. Pinocytosis, it is a type of macromolecules and proteins. It is absorbed
using the similar that of that phagocytosis. അതായത് ഇവിടെ ഒരു സെൽസ് തന്നെ അതിനെ എൻഗൾഫ് ചെയ്യും, ഈ മാക്രോ മോളിക്യൂൾസിനെ എൻഗൾഫ് ചെയ്തിട്ട് ആണ് ഒരു സൈഡിൽ നിന്ന് ഒരു സെല്ലിന്റെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സെല്ലിലോട്ട് ഇത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മൂന്ന് ടൈപ്പാണ് സ്പെഷ്യലിസ്റ്റ് ട്രാൻസ്പോർട്ടിന് കീഴിലുള്ളത്. ഇനി അബ്സോർപ്ഷനെ മോഡിഫൈ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഏത് നോക്കാം. ഇതിൽ നമുക്ക് ഡ്രഗിന്റെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഈ അബ്സോർപ്ഷനെ അഫക്ട് ചെയ്യും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യും നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഫിസിക്കൽ സ്റ്റേറ്റ്, അതായത് അതിന്റെ സോലിബിലിറ്റി. ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോ ഡ്രഗ് പാർട്ടിക്കിൾസ് ഇപ്പൊ സോൾഡ് ആണോ ലിക്വിഡ് ആണോ, ലിക്വിഡ്സ് ആർ മോർ ഈസിലി absorbed. അതുപോലെ crystalline particles are more easily soluble അല്ലെങ്കിൽ soluble ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബയോളജിക്കൽ മെംബ്രെയിൻ പാസ് ചെയ്യും. നെക്സ്റ്റ് ഈസ് പാർട്ടിക്കിൾ സൈസ്. പാർട്ടിക്കിൾ സൈസ് ഡിക്രീസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് അതിന്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും, അത് നമുക്കറിയാവുന്നതാണ്. അപ്പൊ പാർട്ടിക്കിൾ സൈസ് ഡിക്രീസ് ചെയ്യും, സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ബയോളജിക്കൽ മെംബ്രെയിനിലോട്ട് അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സോലിബിലിറ്റി. മോർ വാട്ടർ സോലിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഈസിലി ബയോളജിക്കൽ മെംബ്രെയിൻ പാസ് ചെയ്യും ത്രൂ ഫിൽട്രേഷൻ. ഓർ ലിക്വിഡ് സോലിബിൾ ആയിട്ടുള്ളതാണെങ്കിൽ അത് ലിക്വിഡ് മെംബ്രെയിൻ വഴി ഡിഫ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ഈസ് കോൺസെൻട്രേഷൻ. അതായത് ഒരു ഡ്രഗ് പാർട്ടിക്കിൾസ് അതിന്റെ കോൺസെൻട്രേഷൻ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലോട്ട് ആണ് അധികവും മൂവ് ചെയ്യുക. ചില കണ്ടീഷൻസിൽ ഈ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റിന് എഗൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത് ദാറ്റ് റിക്വയർഡ് എനർജി ഫോർ ഇറ്റ്സ് ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ് ഈസ് ഏരിയ ഓഫ് അബ്സോർബിംഗ് സർഫസ്. ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലൊക്കെ തന്നെ അവിടെ നമ്മളെ വില്ലേജ് ഒക്കെ ഉണ്ട്. അവിടെ വില്ലേജിന്റെ ഒക്കെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ അവിടെ അബ്സോർബിംഗ് സർഫസ് അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ്. ആ സർഫസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ പാർട്ടിക്കിൾ സൈസ് റെഡ്യൂസ് ചെയ്യുക, അബ്സോർബിംഗ് സർഫസ് ഇൻക്രീസ് ചെയ്യുക അനുസരിച്ചിട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് അബ്സോർപ്ഷൻ വിൽ ബി ആൾസോ ഗെറ്റ് ഇൻക്രീസ്ഡ്. നെക്സ്റ്റ് സർക്കുലേഷൻ ടു സൈറ്റ് ഓഫ് അബ്സോർപ്ഷൻ. അതായത് നമ്മുടെ ഏത് സൈറ്റിൽ നിന്നാണോ നമുക്ക് ബോഡിയിൽ അബ്സോർവ് ചെയ്യുന്നപ്പോൾ നമുക്ക് ബക്കൽ ക്യാവിറ്റിയിൽ നിന്ന് അബ്സോർവ് ചെയ്യാം, ഇൻഡസ്ട്രിയിൽ നിന്ന് അബ്സോർവ് ചെയ്യാം, റെക്ടൽ ക്യാവിറ്റിയിൽ നിന്നെല്ലാം അബ്സോർവ് ചെയ്യുന്നുണ്ട്. ഈ അബ്സോർബിംഗ് സൈറ്റിലോട്ടുള്ള ഈ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ ഇന്നർവേഷൻ, അതായത് വെയിൻ ഇന്നർവേഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവിടുത്തെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് ഈസ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നമ്മളൊരു ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അതിന്റെ അബ്സോർപ്ഷനെ വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഏത് റൂട്ട് ആണ് നമ്മൾ ഡ്രഗ് കൊടുക്കുന്നത് എന്ന് ബേസ് ചെയ്തിട്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ IV ആയിട്ട് കൊടുക്കണമെങ്കിൽ അബ്സോർപ്ഷൻ ഈസ് കംപ്ലീറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി comes to the bloodstream direct ആയിട്ട് വരികയാണ്. ബട്ട് ഇൻ കേസ് ഓഫ് IM ആൻഡ് subcutaneous and also that enteral route, അവിടെ it is compared to that IV route, the bioavailability is less. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഫസ്റ്റ് ഓറലായിട്ട് പെൻട്രൽ റൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബക്കൽ ക്യാവിറ്റി ആൻഡ് സ്റ്റൊമക് ആൻഡ് ഇൻഡസ്റ്റൈൻ, ഇവിടെ ഡിഫറെന്റ് പാർട്സ് വെച്ചിട്ട് ഡ്രഗിന് ചില ഡിഗ്രഡേഷൻസ് ഒക്കെ വരും. അത് കഴിഞ്ഞിട്ട് ഡ്രഗ് പാർട്ട് നമ്മളിപ്പോൾ ഒരു 500 mg കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് പാർട്ട് ഡിഗ്രേഡ് ചെയ്ത് പോയിട്ട് ബാക്കിയുള്ള പാർട്ട് മാത്രമേ അവിടെ അബ്സോർബ് ചെയ്യുന്നുള്ളൂ. റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൾസോ ഡിറ്റർമിൻ ദ റേറ്റ് ഓഫ് അല്ലെങ്കിൽ അബ്സോർപ്ഷൻ. നെക്സ്റ്റ് ഈസ് ബയോ അവൈലബിലിറ്റി. ആദ്യം പറഞ്ഞു, it is bioavailability, that is the amount of drug that reaches the systemic circulation after an oral or enteral administration, after administration from site other than that parenteral route അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും റൂട്ട് വഴി കൊടുക്കുന്ന മെഡിസിൻസ് സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തി അതൊരു ഡിസൈഡ് ആയിട്ടുള്ള ഫാർമക്കോളജിക്കൽ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതിനെയാണ് നമ്മൾ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ഈ ബയോ അവൈലബിലിറ്റി it's also affected by different factors like physical properties of the drug already mentioned and dosage form. ഇപ്പോ നേരത്തെ പറഞ്ഞു ഡോസേജ് ഫോം IV ആയിട്ട് കൊടുക്കുന്ന ഇഞ്ചക്ഷൻസ് ആണെങ്കിൽ പാരന്റൽ ഫോം ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബയോ അവൈലബിലിറ്റി 100 to nearly 100 ആയിരിക്കും. ബിക്കോസ് IV ആണെങ്കിൽ 100% തന്നെ ആയിരിക്കും. അതുപോലെ മറ്റ് IM ആൻഡ് സബ്ക്യൂട്ടേനിയസ് അതും നിയർലി 100% തന്നെ ആയിരിക്കും. ബട്ട് ഇൻ കേസ് ഓഫ് other dosage form, that oral dosage form, tablet form ആണെങ്കിലും സിറപ്പ് ഫോം ആണെങ്കിലും ഒക്കെ തന്നെ ബയോഅവൈലബിലിറ്റി that we have to check compared with the IV administration. അപ്പോൾ ഇവിടെ നമുക്ക് സാധാരണ ബയോഅവൈലബിലിറ്റി മെൻഷൻ ചെയ്യുന്നത് ഏരിയ അണ്ടർ ദ കർവ് ഓഫ് oral after oral administration divided by area under the curve after IV administration. അപ്പോൾ
ഇത് ബയോ അവൈലബിലിറ്റിയുടെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ബയോ അവൈലബിലിറ്റി ഈസ് ഈക്വൽ ടു area under the curve after oral administration divided by area under the curve after IV administration. അതാണ് നമ്മൾ സാധാരണ ബയോ അവൈലബിലിറ്റിയിൽ വരിക. അതുപോലെ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ ഡോസേജ് ഫോംസ് ഉണ്ട്, ദെൻ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്, വേരിയസ് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്. അതൊരു ഡ്രഗിന്റെ തന്നെ അബ്സോർപ്ഷനെ വേരിയസ് ഫിസിയോളജി, അതായത് അതിന്റെ ക്യാരി, നേരത്തെ പറഞ്ഞു ട്രാൻസ്പോർട്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ചില എൻസൈംസ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ സ്റ്റൊമക് that will degrade that major part of the drug. So അതുപോലെ physiological factors, അതുപോലെ some deficiency of some enzymes or that carrier proteins that also affect that bioavailability. ഇനി നമുക്ക് നോക്കേണ്ടത് റൂട്ട് ഓഫ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. നമുക്ക് കോമൺ ആയിട്ടുള്ള ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ റൂട്ട്സ്, ഏതൊക്കെ റൂട്ട്സ് വഴിയാണ് നമ്മൾ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് നോക്കാം. യൂഷ്വലി there are 3 types of administration. One is enteral route, through enteral route. Second is parenteral route, and third is local application. Enteral or oral route എന്ന് പറയും. അവിടെ ഓറൽ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ GIT, that is gastrointestinal tract ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓറൽ വരാം, ബക്കൽ വരാം, റെക്ടൽ വരാം. ഇതെല്ലാം തന്നെ enteral route of administration ആണ്. Second one എന്ന് പറയുമ്പോൾ parenteral route, that is parallel to enteral route. Other than that enteral route is known as parenteral route. Then local application. The drug is administered to a localized area for its effect on that particular region. അത് മാത്രം വേണ്ടിയുള്ളതിന് വേണ്ടി നമ്മൾ ലോക്കൽ ആപ്ലിക്കേഷൻ വഴിയും കൊടുക്കുന്നുണ്ട്. ഇനി ഓറൽ റൂട്ട് അല്ലെങ്കിൽ എൻറ്ററൽ റൂട്ട്സിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓറൽ റൂട്ട് മെജോറിറ്റി ഓഫ് ദ ഡ്രഗ്സ് വി ആർ ടേക്കിംഗ് ത്രൂ ഓറൽ ഓർ എൻറ്ററൽ റൂട്ട് വഴിയാണ്. ഓറൽ റൂട്ട് വഴിയാണ് നമ്മൾ ടാബ്ലറ്റ്, സിറപ്സ്, ക്യാപ്സ്യൂൾസ്, ഇതൊക്കെ വഴിയാണ് നമ്മൾ സാധാരണ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ മേജർ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഈസി ഫോർ അഡ്മിനിസ്ട്രേഷൻ ഈസിയാണ്, സെൽഫ് മെഡിക്കേഷൻസ് നമുക്ക് പോസിബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഡോസ് ഒഴിവാക്കണമെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും. പിന്നെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല, ഓറൽ അഡ്മിനിസ്ട്രേഷൻ ആവശ്യമില്ല. അതുപോലെ തന്നെ സം മെഡിക്കേഷൻസ് വിച്ച് നീഡ്സ് ദറ്റ് അബ്സോർപ്ഷൻ ഫ്രം ദ ഇൻഡസ്ട്രി എന്നൊക്കെ നമുക്ക് എൻട്രി കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അതിന്റെ അബ്സോർപ്ഷൻ, ഡിലേഡ് അബ്സോർപ്ഷൻസ് അവിടെ നടക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഓറൽ റൂട്ട് അല്ലെങ്കിൽ എൻട്രൽ റൂട്ടിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിന് ചില ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഓറൽ റൂട്ടിൽ ഈ ഡ്രഗ് വിച്ച് പ്രൊഡ്യൂസസ് നോസിയ ആൻഡ് വോമിറ്റിംഗ് അല്ലെങ്കിൽ സം ഡിസ്റ്റർബൻസസ് ഗ്യാസ്ട്രിക് GIT ഡിസ്റ്റർബൻസ് ഉള്ള ഡ്രഗ്സ് നമുക്ക് പലപ്പോഴും ഓറൽ അഡ്മിനിസ്ട്രേഷൻസ് കൊടുക്കാൻ കഴിയില്ല. അതുപോലെ ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് പലപ്പോഴും ഓറൽ അഡ്മിനിസ്ട്രേഷൻ കഴിയില്ല. അപ്പൊ ഇതൊക്കെ അങ്ങനെയുള്ള ചെറിയ ഡിസഡ്വാൻറ്റേജസ് ആണ് അവിടെ ഉള്ളത്. പിന്നെ അതിന്റെ ഇവിടെ വേറൊരു മേജർ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് സം മെഡിസിൻ വിച്ച് അണ്ടർഗോ ഫസ്റ്റ് പാസ് മെറ്റബോളിസം. ഇനി എന്താണ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം നോക്കാം. നമ്മളൊരു ഡ്രഗ് ഓറലി അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഡസ്റ്റൈൻ അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ എത്തിയിട്ട് സ്റ്റൊമക്കിൽ നമുക്ക് വേരിയസ് ടൈപ്സ് ഓഫ് എൻസൈംസ് ആൻഡ് ഗ്യാസ്ട്രിക് ജ്യൂസിനകത്തുള്ള എൻസൈംസും ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ട്. അപ്പോൾ ഈ ആസിഡിന്റെയും എൻസൈംസിന്റെയും ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ട് ഈ ഡ്രഗ്സ് ഡീഗ്രേഡ് ചെയ്തിട്ട് അതിന്റെ വളരെ കുറച്ച് പാർട്ട് മാത്രമേ സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തുള്ളൂ. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ഈ ഡ്രഗ് ഒരു പാർട്ട് ഇങ്ങനെ സിസ്റ്റമിക് സർക്കുലേഷൻ എത്തുന്നതിന് മുമ്പായിട്ട് ഒരു പാർട്ട് അവിടെ പോർട്ടൽ സിസ്റ്റം വഴി ലിവറിലെത്തുകയും അവിടെ വെച്ചിട്ട് ഇതിനെ മെറ്റബോളൈസ് ചെയ്ത് ഇനാക്റ്റീവ് ഫോമിലോട്ട് മാറ്റുകയും ചെയ്യും. അപ്പോൾ ഈ എൻസൈം സ്റ്റൊമക്കിലുള്ള എൻസൈംസിന്റെയും അതുപോലെ ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് ഒരു ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വഴി ഡ്രഗ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്ത ഡ്രഗ് ലിവറിലെത്തിയിട്ട് അവിടുത്തെ മെറ്റബോളിസം കഴിഞ്ഞിട്ട് അതിന്റെ വീണ്ടും അതിനുള്ള അളവ് കുറയും. ഇതൊക്കെയാണ് ഇവിടെ എൻട്രൽ റൂട്ടിൽ വരുന്ന ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാരന്റൽ റൂട്ടിനകത്ത് നമുക്ക് ഇഞ്ചക്ഷൻസ് ഉണ്ട്, ഇൻഹലേഷൻസ് ഉണ്ട്, ട്രാൻസ്ക്യൂട്ടേനിയസ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, ട്രാൻസ്മ്യൂക്കോസൽ റൂട്ട് ഉണ്ട്, അതിന്റെ ന്യൂ ഡ്രഗ് ഡെലിവറി സിസ്റ്റം ഉണ്ട്.
ഇതിൽ ഈ പാരന്റൽ റൂട്ടിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഡോസ് നമുക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ നമുക്ക് ഡോസ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഓറൽ എൻട്രൽ റൂട്ട് കൊടുക്കുന്ന അത്രയും ഡോസിന്റെ ആവശ്യമില്ല പാരന്റൽ റൂട്ട് വഴി കൊടുക്കാൻ. പിന്നീട് നമുക്ക് അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിനും നമുക്ക് ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ പാരന്റൽ റൂട്ട് വഴി നമുക്ക് മെഡിസിൻസ് കൊടുക്കാൻ കഴിയും. പിന്നെ അതിന്റെ മേജറായിട്ട് ഇതിന്റെ ഡോസ് നമുക്ക് വളരെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മേജർ അഡ്വാൻറ്റേജസ്. അതിന്റെ ഡിസഡ്വാൻറ്റേജിനകത്ത് വരുന്നത് സ്പെഷ്യൽ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യണം, സ്റ്റെറിലിറ്റി കീപ്പ് ചെയ്യണം. ഇപ്പൊ ഇൻ കേസ് ഓഫ് ഇഞ്ചക്ഷൻ ആണെങ്കിൽ സ്റ്റെറിലിറ്റി കീപ്പ് ചെയ്യണം. അതിൽ വൺസ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡോസ് പിന്നെ വിഡ്രോ ചെയ്യാൻ കഴിയില്ല. അത് കംപ്ലീറ്റ് അവരുടെ അലർജി ഒക്കെ ഉള്ള മെഡിസിൻസ് ആണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് വലിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാക്കും. ഇതൊക്കെയാണ് അതിനകത്ത് വരുന്ന ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ലോക്കൽ ആപ്ലിക്കേഷൻസ് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓറൽ ആൻഡ് എൻട്രൽ റൂട്ടിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു എൻട്രിക് കോട്ടഡ് ആൻഡ് പിൽസ് ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സസ്റ്റൈൻ റിലീസ് ഓർ ടൈം റിലീസ് പ്രിപ്പറേഷൻസ്. അപ്പൊ ഇതുപോലുള്ള എൻട്രിക് കോട്ടിങ് അസൈഡ് താലേറ്റ് മെറ്റീരിയൽസ് ബേസ് ചെയ്തിട്ടുള്ള എൻട്രിക് കോട്ടിങ് കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റൊമക്കിലുള്ള എൻസൈംസിനെ ബൈപ്പാസ് ചെയ്ത് ഇൻഡസ്ട്രിയിൽ എത്തിക്കാൻ അവിടെ നിന്ന് അബ്സോർബ് ചെയ്യാൻ കഴിയും. അതിൽ സസ്റ്റൈൻ റിലീസ് ടാബ്ലറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് കോട്ടിങ്സ് ആണ് വരിക. അല്ലെങ്കിൽ കോട്ടിങ്സ് ഓരോ കോട്ടിങ്സിലും ഡിഫറെന്റ് ഡ്രഗ് അവിടെ ഡ്രഗിലായിരിക്കും കോട്ട് ചെയ്തിരിക്കുന്നത്. അത് പല ടൈമിലായിട്ട് റിലീസ് ചെയ്യും. സോ അതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. പാരന്റൽ റൂട്ട്സിനകത്ത് ഇഞ്ചക്ഷൻസിനകത്ത് തന്നെ നമുക്ക് പലതരത്തിലുള്ള ഇഞ്ചക്ഷൻസ് ഉണ്ട്. അതിൽ ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻസ് ഉണ്ട്, സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻസ് ഉണ്ട്, ഇൻട്രാമാസ്കുലർ ഇഞ്ചക്ഷൻസ് ഉണ്ട്, ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ, ഇൻട്രാ ആർട്ടീരിയൽ ഇഞ്ചക്ഷൻ, ഇൻട്രാത്തീക്കൽ ഇഞ്ചക്ഷൻ, ഇൻട്രാപെരിറ്റോണിയൽ ഇഞ്ചക്ഷൻ ആൻഡ് ബോൺ മാരോ. അവിടെ ഇപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ ഇൻട്രാഡെർമൽ സബ്ക്യൂട്ടേനിയസ് ഇൻട്രാഡെർമൽ എന്ന് വെച്ചാൽ ഈ സ്കിന്നിന്റെ ലെയേഴ്സിലോട്ട് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നതാണ്. BCG പോലുള്ള BCG നമ്മളൊരു എക്സാമ്പിൾ ആണ്. BCG നമുക്ക് സാധാരണ ബോഡി നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നത് സ്കിൻ ലെയേഴ്സിലോട്ടാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്. അണ്ടർ ദി സ്കിൻ സബ്ക്യൂട്ടേനിയസിലായിട്ട് നമ്മൾ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻസ് ആണെങ്കിൽ അവിടെ നോൺ ഇറിറ്റന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് മാത്രമേ നമുക്ക് അവിടെ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് ഇഞ്ചക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അവിടെ നോൺ ഇറിറ്റന്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻസുലിൻസ് ഒക്കെ ഇഞ്ചക്ട് ചെയ്യുന്ന സബ്ക്യൂട്ടേനിയസ് റൂട്ട് വഴിയാണ്. ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻസ് കുറച്ചുകൂടെ ലാർജ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഡീപ്പ് മസിൽസിലോട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചക്ട് ചെയ്യാം. ഓയിലി ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ പ്രൊജസ്ട്രോൺ അതുപോലുള്ള ഓയിലി പ്രിപ്പറേഷൻസ് നമുക്ക് അധികവും ഇഞ്ചക്ട് അല്ലെങ്കിൽ ചെയ്യുന്നത് ഇൻട്രാമസ്കുലർ റൂട്ട് വഴിയാണ്. ഇൻട്രാവീനസ് റൂട്ട് ആകുമ്പോഴത്തേക്കും ലാർജ് വോളിയം പാരന്റൽസ് അല്ലെങ്കിൽ അവിടെ വാട്ടർ സോൾബിൾ ആയിട്ടുള്ള ഡ്രഗ് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. ലാർജ് വോളിയം നമുക്ക് ഇഞ്ചക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യാൻ കഴിയും ത്രൂ ഇൻട്രാവീനസ് അഡ്മിനിസ്ട്രേഷൻ. ഇൻട്രാ ആർട്ടീരിയൽ ഒരു ലോക്കലൈസ്ഡ് എഫക്റ്റിന് വേണ്ടി പലപ്പോഴും ഈ ആന്റി ക്യാൻസർ തെറാപ്പിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻട്രാ ആർട്ടീരിയൽ ഒരു ആർട്ടറിയിലാണ് അവിടെ ഡ്രഗ് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ ആർട്ടറിയിൽ ഡ്രഗ് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ആ ആർട്ടറി ഏതൊക്കെ ഓർഗൻസിൽ സപ്ലൈ ചെയ്തിട്ടുണ്ട് ആ ഓർഗൻസിൽ മാത്രം ഈ ഡ്രഗ് എത്തുകയും അവിടെ ഒരു ലോക്കൽ എഫക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻട്രാപെരിറ്റോണിയൽ ഇഞ്ചക്ഷൻസ് യൂഷ്വലി കിഡ്സിലൊക്കെ തന്നെ നമ്മളിപ്പോ ലാർജ് വോളിയം DNS അല്ലെങ്കിൽ ഡെക്സ്ട്രോസോ അല്ലെങ്കിൽ നോർമൽ സലൈനൊക്കെ കൊടുക്കുന്നത് നമ്മൾ ഇൻട്രാപെരിറ്റോണിയലി നമുക്ക് കൊടുക്കുക. അവിടെ അവിടെ ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള വോളിയം നമുക്ക് അവിടെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ കഴിയും. ത്രൂ ബോൺ മാരോ നമുക്ക് ചില കണ്ടീഷൻസിൽ വെയിൻസ് ഒന്നും കിട്ടാത്ത കണ്ടീഷൻസിലാണെങ്കിൽ ത്രൂ ബോൺ മാരോ വഴിയും നമുക്ക് ഇഞ്ചക്ഷൻസ് കൊടുക്കാൻ കഴിയും. ഇവിടെ ഈ ഓരോ ടൈപ്പ് ഓഫ് ഇഞ്ചക്ഷൻസ് ഫോർ എക്സാമ്പിൾ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ ആണെങ്കിൽ ആ 90 ഡിഗ്രി നമ്മൾ അവിടെ സിറിഞ്ച് ഇഞ്ചക്ട് ചെയ്യുന്നത് 90 ഡിഗ്രി ആംഗിളിലാണ്. ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പോ ഇതില് ഇൻട്രാവീനസ് ആണെന്നുണ്ടെങ്കിൽ അത് 25 ഡിഗ്രിയിലും സബ്ക്യൂട്ടേനിയസ് ആണെങ്കിൽ അത് 45 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ സബ്ക്യൂട്ടേനിയസ് നമുക്ക് 1 to 2 ml വരെ മാക്സിമം 0.5 to 2 ml വരെ മാക്സിമം ഇഞ്ചക്ട് ചെയ്യാൻ കഴിയുള്ളൂ. ഇൻട്രാമസ്കുലർ 10 ml വരെ നമുക്ക് ഡ്രഗ് മെറ്റീരിയൽ ഇഞ്ചക്ട് ചെയ്യാൻ കഴിയും. ഇൻട്രാവീനസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ലിറ്റേഴ്സ് ഓഫ് നമുക്കറിയാം സാധാരണ ലാർജ് വോളിയം പാരന്റൽസ് എല്ലാം നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇൻഹലേഷൻ നമ്മൾ മെഡിസിനൽ ഗ്യാസസ്, വോളറ്റൈൽ ഓയിൽസ് അങ്ങനെയുള്ള ഡ്രഗ്സ് എല്ലാം തന്നെ ഡ്രഗ്സ് ആൻഡ് മെഡിസിനൽ ഗ്യാസസ്, അനസ്തെറ്റിക് ഡ്രഗ്സ് ഇതൊക്കെ തന്നെ നമ്മൾ ഇൻഹലേഷൻ വഴിയാണ്
അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അവിടെ majority of these drugs are but it reaches the systemic circulation and also excreted also through that lungs through inhalation and exhalation. ഇനി ട്രാൻസ്ക്യൂട്ടേനിയസ് റൂട്ട്സ് എന്തൊക്കെയുണ്ട്? ട്രാൻസ്ക്യൂട്ടേനിയസ് റൂട്ട്സ് നോക്കാം. നമുക്ക് ഇതും ഒരു പാരന്ററൽ അല്ലെങ്കിൽ പാരന്ററൽ ടൈപ്പിനകത്ത് വരുന്നതാണ് ഇഞ്ചക്ഷൻസ്, ഇൻഹലേഷൻ, ട്രാൻസ്ക്യൂട്ടേനിയസ് ആൻഡ് ട്രാൻസ്മ്യൂക്കോസൽ റൂട്ട് എന്ന് പറയുന്നത്. അതിൽ ട്രാൻസ്ക്യൂട്ടേനിയസ് വെച്ചാൽ ക്യൂട്ടേനിയസ് മീൻസ് ഡെർമൽ ടിഷ്യൂസ് വഴി തന്നെയാണ് നമ്മൾ ഡ്രഗ് ഇവിടെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അവിടെ ഡിഫറെന്റ് ടെക്നിക്സ് ഉണ്ട്. അതിൽ ഓരോ ടെക്നിക്സ് ആണ്. ഒന്ന് അയോണ്ടോഫോറസിസ്, 2 ഇനക്ഷൻ, 3 ജെറ്റ് ഇഞ്ചക്ഷൻ ആൻഡ് അഡ്ഹസീവ് യൂണിറ്റ്സ്. ഇനി അയോണ്ടോഫോറസിസ് എന്താണ്? അയോണ്ടോഫോറസിസ് എന്ന് വെച്ചാൽ ഇത് ആപ്ലിക്കേഷൻ ഓഫ് ഗാൽവനിക് കറണ്ട്. ചില നമ്മൾ കറണ്ടിന്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെർമൽ ടിഷ്യൂസിലോട്ട് ഡ്രഗ് മോളിക്യൂൾസ്, ഡ്രഗ് പാർട്ടിക്കിൾസ് ഹൈ വെലോസിറ്റിയിൽ ത്രോ ചെയ്യും. അത് ത്രോ ചെയ്ത് നമ്മൾ ഡീപ് ടിഷ്യൂസിലോട്ട് അല്ലെങ്കിൽ ഇറ്റ് വിൽ ഗോ ഡീപ് ടു ടിഷ്യൂസ്. ആ രീതിയിൽ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് നമ്മൾ അയോണ്ടോഫോറസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇനക്ഷൻ. അവിടെ ഇനക്ഷൻ അതിൽ അയോണ്ടോഫോറസിൽ 2 ടൈപ്പ് ഉണ്ട്. ആനയോണിക് അയോണ്ടോഫോറസിസ് ഉണ്ട്, കാറ്റയോണിക് അയോണ്ടോഫോറസിസ് ഉണ്ട്. ആനയോണിക് അത് പോസിറ്റീവ് ചാർജഡ് ആയിട്ടുള്ള ഡ്രഗ് മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ അയോണിക് അയോണ്ടോഫോറസിസും, നെഗറ്റീവ് ചാർജഡ് ആയിട്ടുള്ളതാണെങ്കിൽ കാറ്റയോണിക് അയോണ്ടോഫോറസിസും ആണ് കൊടുക്കുക. അവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് റിപ്പൽഷൻ. അതായത് സെയിം ചാർജ് പാർട്ടിക്കിൾസ് വരുമ്പോഴത്തേക്കും അത് റിപ്പൽ ചെയ്യും. ആ റിപ്പൽഷൻ ഫോഴ്സ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡീപ് ടിഷ്യൂസിലോട്ട് ഇത് ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ഇനക്ഷൻ. ഇവിടെ ഇനക്ഷനിൽ നമ്മൾ ഡ്രഗ് നമ്മുടെ ഡെർമൽ ടിഷ്യൂസ് അല്ലെങ്കിൽ ക്യൂട്ടേനിയസ് പാർട്ടിലോട്ട് നമ്മൾ റബ്ബ് ചെയ്യാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഈ നൈട്രോഗ്ലിസറിൻസ്, വഞ്ചൈന പെക്ടോറിസ് പോലുള്ള ഡിസീസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗാണ് നൈട്രോഗ്ലിസറിൻസ്. ഈ നൈട്രോഗ്ലിസറിൻസ് ഒക്കെ തന്നെ നമ്മുടെ ബോഡിയിൽ നമ്മൾ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ക്യൂട്ടേനിയസ് മെമ്പറിൻ വഴി നേരെ അബ്സോർബ് ചെയ്ത് ബ്ലഡ് സ്ട്രീമിലെത്തും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ളത് വെച്ചാൽ ജെറ്റ് ഇഞ്ചക്ഷൻ. ഇവിടെ ഇറ്റ് ഇസ് എ നീഡിൽലെസ് ഇഞ്ചക്ഷൻ ആണ് ഇവിടെ വരിക. നീഡിലിന് പകരം ഒരു ഗൺ അപ്പാരറ്റസ് ഉണ്ട്. അതിന്റെ ഒരു വെരി സ്മാൾ ഒറിഫേസ് കൂടിയുണ്ട്. ഈ വെരി സ്മാൾ ഒറിഫേസ് കൂടി ആ ഗൺ ഡ്രഗ് പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്കും ഹൈ വെലോസിറ്റിയിൽ ഇത് സ്കിന്നിന്റെ അടിയിലോട്ട് ഒരു ഡിപ്പോട്ട് അവിടെ ഉണ്ടാവും. ഇവിടെ നമ്മൾ ഇത് ഇഞ്ചക്ഷൻ, അതായത് നീഡിൽസ് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പെയിൻലെസ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ആണ് ത്രൂ ജെറ്റ് ഇൻഡക്ഷൻ മെത്തേഡ്സിൽ നമ്മൾ ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് അഡ്ഹസീവ് പാച്ചസ്. ഇവിടെ അഡ്ഹസീവ് പാച്ചസിൽ സാധാരണ അധികം നമ്മൾ നൈട്രോഗ്ലിസറിനോ അല്ലെങ്കിൽ ഇപ്പോ ഇതുണ്ടോ ഇൻസുലിൻസും നൈട്രോഗ്ലിസറിൻസ് ഒക്കെ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഒരു ബോഡിയിൽ ഒരു പാച്ചസ് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ത്രൂ ദറ്റ് ക്യൂട്ടേനിയസ് ലെയറിലൂടെ ഇത് ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്തിട്ട് അതിന് ഡിസൈഡ് ഫാർമക്കോളജിക്കൽ എഫക്റ്റോടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ട്രാൻസ്ക്യൂട്ടേനിയസ് റൂട്ടിൽ വരുന്നത്. നെക്സ്റ്റ് ട്രാൻസ്മ്യൂക്കോസൽ റൂട്ട്. ട്രാൻസ്മ്യൂക്കോസൽ റൂട്ടിനകത്ത് സബ്ലിംഗൽ റൂട്ട് ഉണ്ട്, ട്രാൻസ്നേസൽ റൂട്ട് ഉണ്ട് ആൻഡ് ട്രാൻസ്റെക്ടൽ റൂട്ട് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ സബ്ലിംഗൽ നമ്മൾ അവിടെയും നൈട്രോഗ്ലിസറിൻ അല്ലെങ്കിൽ സോർബിട്രേറ്റ് പോലുള്ള ടാബ്ലറ്റ്സ് നമ്മൾ ടങ്ങിനടിയിൽ വയ്ക്കുമ്പോൾ ഈ ആ ഒരു ബക്കൽ ക്യാവിറ്റിയിൽ ഇറ്റ് ഈസ് റിച്ച് ഇൻ ബ്ലഡ് സപ്ലൈ ഓഫ് ദറ്റ് ബ്ലഡ് വെസൽസ് ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ആ ക്യാവിറ്റിയിൽ വെച്ചിട്ട് തന്നെ ഡ്രഗ് അബ്സോർബ് ചെയ്യും. അവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്ക് അത്രയും ഡ്രഗിന്റെ ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഡ്രഗ് സ്പിറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുപ്പി കളഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രഗ് പാർട്ട് അവിടെ പോയിട്ട് അല്ലെങ്കിൽ ആ ഡ്രഗ് അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്തിട്ട് അതിന്റെ എഫക്റ്റോടെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പം അത് മാത്രമല്ല അതിന്റെ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ വെരി ഫാസ്റ്റ് ആണ്. ഈ ട്രാൻസ്നേസൽ ഡെലിവറി വെച്ചാൽ നേസൽ ക്യാവിറ്റിയിലുള്ള മ്യൂക്കോസൽ ലെയർ വഴി ഡ്രഗ് ഡെലിവറി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സാറിന് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി പൗഡർ ഒക്കെ പലപ്പോഴും ഡെലിവറി ചെയ്യുന്നത് ട്രാൻസ്നേസൽ ഡെലിവറി ബേസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് ഈസ് ട്രാൻസ്റെക്ടൽ ഡെലിവറി. ഇതില് റെക്ടം വഴി അൺകോൺഷ്യസ് പേഷ്യൻസിനൊക്കെ പലപ്പോഴും നമുക്ക് മെഡിസിൻസ് റെക്ടം വഴി നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ കഴിയും. അവിടെ ആ റെക്ടൽ ക്യാവിറ്റിയിൽ നമ്മൾ ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെയും ഈ സബ്ലിംഗൽ പോലെ തന്നെ കാപ്പിലറി ഇത് കൂടുതലാണ്, അതായത് ബ്ലഡ് സപ്ലൈ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് ബ്ലഡ് സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തും. ഇവിടെയൊക്കെ ഉള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇതിലൊക്കെ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്
സിസ്റ്റമിക് സർക്കുലേഷനിൽ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് പാസ് എഫക്റ്റ് ബൈപ്പാസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇപ്പൊ ലിവറിൽ എന്റർ റൂട്ടിലാണെന്നുണ്ടെങ്കിൽ അത് ലിവർ വഴി പോയി ഫസ്റ്റ് പാസ് മെറ്റബോളിസം കഴിഞ്ഞിട്ടാണ് സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തുക. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തും. അതുകൊണ്ട് തന്നെ ഇവിടെ ഓൺസെറ്റ് ഓഫ് ആക്ഷനും ആൻഡ് ഡിസൈഡ് ഫാർമക്കോളജിക്കൽ ആക്ഷനും അത് തരുന്നുണ്ടാവും. നെക്സ്റ്റ് ഈസ് ന്യൂ ഡ്രഗ് ഡെലിവറി സിസ്റ്റം. ഈ ന്യൂ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിനകത്ത് ഒക്കുസെറ്റ് ഉണ്ട്, പ്രൊജസ്റ്റാസെറ്റ് ഉണ്ട്, പ്രോ ഡ്രഗ് ഉണ്ട്, അതുപോലെ തന്നെ ഈ നമ്മുടെ ആർബിസിസും ഈ സെയിം പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഈ പൈലോകാർപ്പിൻ പോലുള്ള ചില മെഡിസിൻസ് നമ്മൾ കണ്ണില് ഇപ്പൊ ഐലിഡ്സിനിടയിൽ ചില കുഞ്ഞ് ഡിസ്ക് പോലുള്ള ഒരു പാർട്ട് അത് ഇൻസെർട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇത് സ്ലോ ആയിട്ട് ഈ പൈലോകാർപ്പിൻ റിലീസ് ചെയ്തിട്ട് അതിന്റെ ഒരു എഫക്റ്റോടെ ഡിസൈഡ് ഫാർമക്കോളജിക്കൽ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ പ്രൊജസ്റ്റാസെറ്റ് ആണെന്നുണ്ടെങ്കിൽ IUCD, ദാറ്റ് ഈസ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, ദാറ്റ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം സ്ലോ റിലീസിംഗ് ആയിട്ടുള്ള ഈ ഹോർമോൺ പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ ആ കോമ്പിനേഷൻ ഹോർമോൺസ് സ്ലോ റിലീസ് ചെയ്യും. അത് അങ്ങനെ പ്രൊജസ്റ്റാസെറ്റ് കോപ്പർട്ടി പോലുള്ള IUCDs ഒക്കെയാണ് പ്രൊജസ്റ്റാസെറ്റിനകത്ത് വരിക. നെക്സ്റ്റ് ഈസ് പ്രോ ഡ്രഗ്. എന്താണ് ഈ പ്രോ ഡ്രഗ്? പ്രോ ഡ്രഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇനാക്റ്റീവ് ഫോം ഓഫ് എ ഡ്രഗ് വിച്ച് ആഫ്റ്റർ ഗെറ്റ് അബ്സോർബ്ഡ് ഇൻ ദ ബോഡി ആൻഡ് ആഫ്റ്റർ മെറ്റബോളൈസ്ഡ് ഇൻ ടു ആൻ ആക്റ്റീവ് ഫോം ആൻഡ് വിച്ച് പ്രൊഡ്യൂസസ് എ ഡിസൈഡ് ഫാർമക്കോളജിക്കൽ എഫക്റ്റ്. അങ്ങനെയുള്ളത് നമ്മൾ പ്രോ ഡ്രഗ് എന്ന് പറയുക. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ലീവോഡോപ്പ നമുക്ക് ബോഡിയിൽ നമ്മൾ സാറിന് യൂസ് ചെയ്യുന്നത് ഒരു ആന്റി പാർക്കിൻസോൺസ് ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ലീവോഡോപ്പ എന്ന് പറയുന്നത്. ലീവോഡോപ്പയുടെ എഫക്ട് നമുക്ക് വേണ്ടത് ബ്രെയിനിലാണ്. നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലഡിലുള്ള അല്ലെങ്കിൽ എൻസൈം ഉണ്ട്, ആ എൻസൈം ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഡോപ്പമിനായിട്ട് മാറ്റും. അപ്പൊ ഡോപ്പമിനായിട്ട് മാറ്റുമ്പോഴത്തേക്കും ഈ ഡോപ്പമിൻ അല്ലെങ്കിൽ കാറ്റക്കോളമിൻസിന്റെ പ്രോപ്പർട്ടി വെച്ചാൽ വാസോ കൺസ്ട്രിക്ട് പ്രോപ്പർട്ടി ഉണ്ട്, ഒരു പെരിഫറൽ BP അല്ലെങ്കിൽ ഷൂട്ട് ഔട്ട് ചെയ്യും അല്ലെങ്കിൽ BP കൂട്ടും. അത് നമുക്ക് അവിടെ എല്ലാ എഫക്ട് വേണ്ടത് നമുക്ക് വേണ്ട ബ്രെയിനിലായതുകൊണ്ട് ഇത് ബ്രെയിൻ BBB ക്രോസ് ചെയ്യണം, ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യണം. BBB ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ സാധാരണ അതുകൊണ്ടാണ് ലീവോഡോപ്പനെ കാർബിഡോപ്പ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ലീവോഡോപ്പയ്ക്ക് പകരം കാർബിഡോപ്പ ഇവിടെ മെറ്റബോളൈസ് ചെയ്ത് പോവുകയും ലീവോഡോപ്പ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് ബ്രെയിനിലെത്തിയിട്ട് അവിടെ വെച്ചിട്ട് മെറ്റബോളൈസ് ചെയ്തിട്ട് എന്തായി മാറും? ഡോപ്പമിനായിട്ട് മാറും. അതുകൊണ്ട് ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് പ്രോ ഡ്രഗ്. നെക്സ്റ്റ് ലോക്കൽ ആപ്ലിക്കേഷൻ urethral bogies ഉണ്ട്, പെസറീസ് ആൻഡ് സപ്പോസിറ്ററീസ് ഫോർ വജൈന ആൻഡ് റെക്ടം ഉണ്ട്. പിന്നെ അതുപോലെ എനിമ ഫോർ റെക്ടം. ദീസ് ആർ ലോക്കൽ. ഇവിടെ നമ്മൾ രക്തത്തിൽ ഉപയോഗിക്കുന്ന എനിമാസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഇവാക്യുവേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അവിടെ പർട്ടിക്കുലർ സിസ്റ്റമിക് അബ്സോർപ്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല. അതുപോലെ വജൈനൽ സപ്പോസിറ്ററി ആയാലും സപ്പോസിറ്ററിയുടെ മേജർ അവിടെയും കുറച്ച് പാർട്ട് സിസ്റ്റമിക് സർക്കുലേഷനിൽ പോകുമെങ്കിലും മേജർ പാർട്ട് അവിടെ ലോക്കൽ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ പെസറി സം ആന്റി ഫംഗൽ ഏജൻസ് ലൈക്ക് ദറ്റ് ആന്റി ഫംഗൽ ഏജൻസ് ആണ് നമ്മൾ വജൈനൽ സപ്പോസിറ്ററി ആയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്. നമുക്കൊരു ഡ്രഗ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ ആദ്യം അതിനെ കുറിച്ച് പറഞ്ഞു ഓർഡർ ഓഫ് കൈനറ്റിക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ. ഫസ്റ്റ് ഓർഡർ സീറോ ഓർഡർ കൈനറ്റിക്സ് ബേസ് ചെയ്തിട്ടാണ് ഡ്രഗ് ബോഡിയിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ ബോഡിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അതായത് ഫസ്റ്റ് സിസ്റ്റമിക് സർക്കുലേഷനിലെത്തും. സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് ബോഡി പാർട്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഓർഗൻസ് അതിലോട്ട് അല്ലെങ്കിൽ അത് രണ്ട് സിംഗിൾ കമ്പാർട്ട്മെന്റ് മോഡലിൽ നിന്നും മൾട്ടി കമ്പാർട്ട്മെന്റ് മോഡൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു കമ്പാർട്ട്മെന്റ് ബ്ലഡ്, ഹാർട്ട്, ബ്രെയിൻ ഇങ്ങനെയുള്ളതിൽ നിന്ന് പിന്നീട് അഡിപ്പോസ് ടിഷ്യൂ പോലുള്ള അഡിപ്പോസ് ടിഷ്യൂ അല്ലെങ്കിൽ ലിവർ ടിഷ്യൂ പോലുള്ള സെക്കൻഡറി സ്റ്റോറേജ് യൂണിറ്റ്സിലോട്ട് പോകും. അപ്പൊ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ഇതിൽ ബ്ലഡിൽ നിന്ന് നമുക്ക് സാധാരണ ഡ്രഗ് ബ്ലഡ് ബ്രെയിൻ ബാരിയറും അല്ലെങ്കിൽ ബ്ലഡ് പ്ലാസെന്റൽ ബാരിയറും ക്രോസ് ചെയ്താൽ മാത്രമേ ഇത് ഡിസൈഡ് എഫക്ട് നമുക്ക് CNS എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഫീറ്റൽ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബ്ലഡ് പ്ലാസെന്റൽ ബാരിയർ ക്രോസ് ചെയ്യണം. സംടൈംസ് ദ ഡ്രഗ് മേ പ്രൊഡ്യൂസസ് ദാറ്റ് സൈഡ് എഫക്ട് ടു ദ ഫീറ്റസ് ആൾസോ ഡ്യൂ ടു ദിസ് ബ്ലഡ് പ്ലാസെന്റൽ ബാരിയർ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇനി എന്താണ് ഈ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു കാര്യം അറിഞ്ഞിരിക്കുന്നത് വെച്ചാൽ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ? അവിടെ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ഈസ് VD is equal to the total amount of drug in the body divided by
amount of drug in plasma. അപ്പോൾ ടോട്ടൽ അപ്പം ബോഡിയിലുള്ള ഡ്രഗിന്റെ ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ബൈ എമൗണ്ട് ഓഫ് ഡ്രഗ് ഇൻ പ്ലാസ്മ. പ്ലാസ്മയിലുള്ള ഡ്രഗിന്റെ എമൗണ്ട്, അതിനെയാണ് നമ്മൾ ഇന്ന് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. അപ്പോൾ ഈ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഡ്രഗ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ പാർട്ടിലും എത്തി, എന്നിട്ട് അതിന്റെ സൈറ്റ് ഓഫ് ആക്ഷൻ ഏത് പാർട്ടിലാണ് നമുക്ക് ഡിസൈഡ് ഫാർമക്കോളജിക്കൽ എഫക്ട് തരേണ്ടത്, അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ ആ ഡ്രഗ് കൊണ്ട് ഒരു യൂസ് ഉള്ളൂ. ഇപ്പോ ഇങ്ങനെയുള്ള ഇത് മാത്രമല്ല, ഈ ഡ്രഗ് നമ്മുടെ ബോഡിയിൽ എത്തിയതിനു ശേഷം ഇത് പെട്ടെന്ന് തന്നെ അത് അല്ലെങ്കിൽ മെറ്റബോളൈസ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് ചില നമുക്ക് അതിനകത്ത് ഏതൊക്കെയാണ് എഫക്ട് ചെയ്ത് നോക്കാം. അതിനകത്ത് സ്റ്റോറേജ് റിപ്പോർട്ട്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഈ പ്ലാസ്മ പ്രോട്ടീൻസ് ലൈക്ക് ആൽബുമിൻസ്. ഈ പല ഡ്രഗുകളും മെയിൻലി ഫിനൽ ബ്യൂട്ടസോൾ ആൻഡ് സൾഫോണമൈഡ്സ് പോലുള്ള ഡ്രഗ് ഇത് ആൽബുമിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് പ്രോട്ടീൻ ബൗണ്ട് ആയിട്ട് കാണും. ഇങ്ങനെയുള്ള പ്രോട്ടീൻ ബൗണ്ട് ആയിട്ടുള്ള ഡ്രഗ് കുറച്ചായിട്ട് റിലീസ് ചെയ്യും. അങ്ങനെ ഫ്രീ ഡ്രഗ് റിലീസ് ചെയ്യുന്ന ഡ്രഗാണ് ഈ പർട്ടിക്കുലർ സൈറ്റ് ഓഫ് ആക്ഷനിൽ ചെന്നിട്ട് അവിടെ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഒരു ഡിസൈഡ് ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് നമുക്ക് തരുന്നത്. രണ്ട്, കണക്റ്റീവ് ടിഷ്യൂസ് ലൈക്ക് ബോൺ. ഈ ബോൺസിൽ ഇപ്പൊ ടെട്രാസൈക്കിൾസ് അതുപോലെ തന്നെ ഹെവി മെറ്റൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബോൺസിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ ടെട്രാസൈക്കിൾസിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ മേജർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മേജർലി കോൺസെൻട്രേറ്റഡ് ഇൻ ബോൺസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ലിവർ സെൽസ്. നമ്മുടെ മേജർ സൈറ്റ് ഓഫ് ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ലിവർ ആയതുകൊണ്ട് തന്നെ ദിസ് ഡ്രഗ്സ് ആർ ഫസ്റ്റ് ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ വഴിയോ അതല്ലെങ്കിൽ ബ്ലഡിൽ നിന്നോ ഇത് ലിവറിലോട്ട് കൊണ്ടുവന്നിട്ട് അവിടെ ഫസ്റ്റ് സ്റ്റോർ ചെയ്യും. അവിടെ വെച്ചിട്ട് മെറ്റബോളൈസ് ചെയ്തിട്ട് ഡീടോക്സിഫൈ ചെയ്തതിന് ശേഷമാണ് അത് പിന്നും തിരിച്ച് ബ്ലഡിലോട്ട് വിടുക. ആ ബ്ലഡിൽ നിന്ന് കിഡ്നിയിലെത്തി അതിനെ വാട്ടർ സോൾബിൾ ഫോമിലോട്ട് മാറിയത് കൊണ്ട് എലിമിനേറ്റ് ചെയ്ത് കളയും. ലൈക്ക് drugs like acute bacterial and antimalarial drugs, which is mainly concentrated in liver, and some drugs like that more fat soluble drugs like thiopental vitamin, that fat soluble vitamins that are mainly concentrated in lipid because of its high lipid solubility. It is concentrated in adipose tissues and fatlum adipose tissues adana ആയിരിക്കും അത് അധികവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കുക. ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഡ്രഗ് ഇൻ ദ ബോഡി ഡിവൈഡ് ബൈ ദ എമൗണ്ട് ഓഫ് ഡ്രഗ് ഇൻ പ്ലാസ്മ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബയോ ട്രാൻസ്ഫോർമേഷൻ. ബയോ ട്രാൻസ്ഫോർമേഷൻ ഈസ് അതർവൈസ് നോൺ ആസ് ഡീടോക്സിഫിക്കേഷൻ ഓർ മെറ്റബോളിസം. അപ്പോൾ ഇതിന് മൂന്ന് പേര് ഉണ്ട് ബയോ ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ ഇതിന്റെ മേജർ സൈറ്റ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ മേജർ സൈറ്റ് ഓഫ് ബയോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ലിവർ ആണ്. അവിടെ ലിവറിൽ മാത്രമല്ല, ലിവർ കൂടാതെ കിഡ്നിയിലും ബ്രെയിനിലും അതുപോലെ ടെസ്റ്റിക്കിൾസിലും ഒക്കെ തന്നെ കുറച്ച് ലങ്സിലും ഒക്കെ തന്നെ കുറെ ഡ്രഗ്സ് ബയോ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഇനി അതിനകത്ത് എന്തൊക്കെ മെത്തേഡാണ് ബയോ ട്രാൻസ്ഫോർമേഷനിൽ ഏതൊക്കെ മെത്തേഡാണ് ഉള്ളത് നോക്കാം. അതിൽ ഒരു സിന്തറ്റിക് മെത്തേഡും നോൺ സിന്തറ്റിക് മെത്തേഡും. ഈ നോൺ സിന്തറ്റിക് മെത്തേഡ് ഈസ് അതർവൈസ് നോൺ ആസ് phase 1 റിയാക്ഷൻസ് എന്നും സിന്തറ്റിക് മെത്തേഡ് phase 2 റിയാക്ഷൻസ് എന്നാണ് പറയുക. ഇനി എന്താണ് നോൺ സിന്തറ്റിക്? നോൺ സിന്തറ്റിക് എന്ന് വെച്ചാൽ ഒരു ഡ്രഗിനെ അതിനെ എന്ത് ചെയ്യും, അതിനെ കാറ്റബോളൈസ് ചെയ്താൽ അല്ലെങ്കിൽ അതിനെ പൊട്ടിച്ച് അല്ലെങ്കിൽ അതിന്റെ സിമ്പിൾ മോളിക്യൂൾസ് ആക്കി മാറ്റി അതിന്റെ ഡീടോക്സിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡ്രഗിനെ ബ്രേക്ക് ചെയ്ത് അതിനെ അല്ലെങ്കിൽ സിമ്പിൾ മോളിക്യൂൾസ് ആക്കുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. ഒന്ന് ഓക്സിഡേഷൻ, രണ്ട് റിഡക്ഷൻ, മൂന്ന് ഹൈഡ്രോളിസിസ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ഡ്രഗിനെ സ്പ്ലിറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഒന്നിൽ ഓക്സിഡേഷൻ വഴി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആൽക്കഹോൾ ആണെന്നുണ്ടെങ്കിൽ ആൽക്കഹോളിനെ ഫസ്റ്റ് എത്തനോൾ ആണെന്ന് വിചാരിക്കുക. എത്തനോൾ ആണെങ്കിൽ അവിടെ ഫസ്റ്റ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്നുള്ള എൻസൈംസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ എത്തനോളിനെ കൺവേർട്ട് ചെയ്തിട്ട് അസറ്റാൽഡിഹൈഡിനെ വീണ്ടും ഓക്സിഡൈസ് ചെയ്തിട്ട് അതിനെ അസറ്റിക് ആസിഡ് ആയിട്ട് മാറ്റും. ഇനി സം ഡ്രഗ്സ്, മെജോറിറ്റി ഓഫ് ദ ഡ്രഗ്സ് ആർ ദറ്റ് ഡീടോക്സിഫൈഡ് ബൈ ഓക്സിഡേഷൻ. അതിന് നമ്മുടെ ലിവറിൽ തന്നെ സൈറ്റോക്രോം P450 ഉള്ള കുറെ എൻസൈം സിസ്റ്റം തന്നെയുണ്ട് ഇതിനെ ഓക്സിഡൈസ് ചെയ്യുന്നതിന് വേണ്ടി. ഇൻ സം ഡ്രഗ്സ് ആർ മെറ്റബോളൈസ്ഡ് ബൈ റിഡക്ഷൻ പ്രോസസ്. അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് മെറ്റബോളൈസ് ചെയ്യും. ആൻഡ് ദർ ഈസ് അനദർ മെക്കാനിസം ഈസ് ഹൈഡ്രോളിസിസ്. ഇവിടെ ഹൈഡ്രോളിസിസ് വെച്ചാൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ട് ഒരു ഡ്രഗിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എസ്പെഷ്യലി ദാറ്റ് ഡ്രഗ് വിത്ത് എസ്റ്റർ ബോൺസ്.
എസ്റ്റർ ബോണ്ടുള്ള ഡ്രഗിനെയാണ് നമ്മൾ സാധാരണ ഹൈഡ്രോളിസിസ് വഴി സ്പ്ലിറ്റ് അല്ലെങ്കിൽ മെറ്റബോളിസ് ചെയ്ത് സ്പ്ലിറ്റ് ആക്കി കളയാം. അപ്പൊ ഇതിനെയൊക്കെ തന്നെ സ്മോൾ പാർട്ടിക്കിൾസ് ആക്കി ബ്രേക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ നോൺ സിന്തറ്റിക്, അവിടെ സിന്തറ്റിക് അല്ല, അവിടെ ബ്രേക്ക് ഡൗൺ ആണ് നടക്കുക. നോൺ സിന്തറ്റിക് എന്ന് പറയുക ഇതാണ് ഫേസ് 1 റിയാക്ഷൻസിനകത്തുള്ളത്. ഇനി ഫേസ് 2 റിയാക്ഷൻ അതിനെ പറയുന്ന മറ്റു പേര് സിന്തറ്റിക് റിയാക്ഷൻസ് എന്നും പറയും. എന്തുകൊണ്ട് സിന്തറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ അതിനെ മറ്റൊരു ഒരു മെറ്റീരിയലുമായിട്ട് കോൺജുഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കമ്പൈൻ ചെയ്തിട്ട് ആണ് ഡീടോക്സിഫൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ സോലബിലിറ്റി അല്ലെങ്കിൽ ലിപ്പിഡ് സോലബിലിറ്റി റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ലിപ്പിഡ് സോലബിലിറ്റി റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് അതിനെ കിഡ്നി വഴി അല്ലെങ്കിൽ യൂറിനറി ഔട്ട്പുട്ട് വഴി നമുക്ക് തന്നെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയാൻ ചെയ്യാൻ പറ്റും. അതിന് സം എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ പല ഡിഫറെന്റ് മെത്തേഡ്സ് എന്ന് വെച്ചാൽ ഗ്ലൂക്കോറോണൈഡ് ഫോർമേഷൻ ഉണ്ട്. അത് എക്സാമ്പിൾ ഒരു ഡ്രഗ് എന്ന് പറയുന്നത് മോർഫിൻ യൂഷ്വലി നമ്മൾ ബയോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് മോർഫിനെ ഗ്ലൂക്കോറോണൈഡുമായിട്ട് കോൺജുഗേറ്റ് ചെയ്തിട്ടാണ് ഡീടോക്സിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഫിനോളിക് കോമ്പൗണ്ട്സ് ആണെങ്കിൽ അത് സൾഫേറ്റ് ഫോർമേഷൻ വഴി സൾഫേറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സൾഫേറ്റ് ഫോർമേഷൻ വഴിയും, പിന്നെ സൾഫാനിലമൈഡ്സ് ആണെങ്കിൽ അസറ്റൈലേഷൻ മെത്തേഡ്സ് വഴി ആണ്. ചില പേഷ്യൻസ് നമുക്കറിയാം സ്ലോ അസറ്റൈലേറ്റേഴ്സ് ഉണ്ട്, അവർക്ക് അവരുടെ ബോഡിയിൽ ഇങ്ങനെയുള്ള ഡ്രഗിന്റെ ഇത് പ്രോപ്പർ ആയിട്ടുള്ള ടൈമിൽ ബയോ ട്രാൻസ്ഫോർമേഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ വളരെ ലോങ് ആയിരിക്കും. സോ റിപ്പീറ്റഡ് ഡോസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രഗ് ടോക്സിസിറ്റി അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവും. നെക്സ്റ്റ് മെത്തൈലേഷൻ, അഡ്രിനാലിൻ നോഡ് അഡ്രിനാലിൻ പോലുള്ള ഡ്രഗ്സ് ആണെങ്കിൽ കാറ്റക്കോളമീൻസ് ഒക്കെ തന്നെ അധികവും അതിനകത്തുള്ള കാറ്റക്കോൾ OH ഹൈഡ്രോക്സി ഗ്രൂപ്പിനെ മെത്തിലേഷൻ ചെയ്തിട്ടാണ് അവിടെ അതിനെ ഡീടോക്സിഫൈ ചെയ്യുന്നത്. പിന്നെയുള്ള ഗ്ലൈസിൻ കോൺജുഗേഷൻ, സാലിസിലിക് ആസിഡ് ഒക്കെ ആണെങ്കിൽ അതിനെ ഗ്ലൈസിൻ എന്നുള്ള ഒരു പ്രോട്ടീനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് അതിനെ ഡീടോക്സിഫൈ ചെയ്യുന്നത്. ഇനി മേജർ സൈറ്റ് ഓഫ് ബയോ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞിരുന്നു, അത് ലിവർ ഉണ്ട്, കിഡ്നി ഉണ്ട്, പ്ലാസ്മ ഉണ്ട്, പ്ലാസന്റ ആൻഡ് ടെസ്റ്റിസ്, ഇതൊക്കെയാണ് മേജർ സൈറ്റ് ഓഫ് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ബയോ ട്രാൻസ്ഫോർമേഷന് എന്തൊക്കെ ഫാക്ടേഴ്സ് മോഡിഫൈ ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കാം. ഇതില് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് സ്റ്റിമുലേറ്റേഴ്സ്. എന്താണ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് സ്റ്റിമുലേറ്റേഴ്സ്? ഈ ബയോ ട്രാൻസ്ഫോർമേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു സൈറ്റോക്രോം P450 പോലുള്ള എൻസൈംസ് വേണം. അല്ലെങ്കിൽ അത് ഒരു എക്സാമ്പിൾ ആണ്, അതുപോലെ ഒരുപാട് എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസിന്റെ ആക്ടിവിറ്റി അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള വേരിയസ് ഫാക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ തന്നെ ബയോ ട്രാൻസ്ഫോർമേഷനെ എഫക്ട് ചെയ്യും. ഈ സം ഇൻഹിബിറ്റേഴ്സ്, സം എക്സാമ്പിൾ സിമെറ്റിഡിൻ അല്ലെങ്കിൽ പാന്റോപ്രസോൾ പോലുള്ള ചില മെഡിസിൻസ് ഉണ്ട്, അല്ലെങ്കിൽ ക്ലോറോഫെനിക്കോൾ, സിപ്രോഫ്ലോക്സാസിൻ, നോട്ട് ക്ലോറോഫെനിക്കോൾ, സിപ്രോഫ്ലോക്സാസിൻ, സിമെറ്റിഡിൻ ആൻഡ് ഒമിപ്രസോൾ അല്ലെങ്കിൽ പ്രസോൾ ഗ്രൂപ്പിലുള്ള വരുന്ന മെഡിസിൻസ് ഈ നമ്മുടെ ഹെപ്പാറ്റിക് മൈക്രോസോമൽ എൻസൈംസിനെ എന്ത് ചെയ്യും ചില ഇൻഹിബിറ്റ് ചെയ്യും, അതായത് പ്രൊഡക്ഷൻ ഇൻഹിബിറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് ഇതിന്റെ കൂടെ കൺകറന്റ് ആയിട്ട് വേറെ ഏതെങ്കിലും മെഡിസിൻസ് കൊടുക്കുകയാണെങ്കിൽ ആ മെഡിസിന്റെ അല്ലെങ്കിൽ മെറ്റബോളിസത്തിനെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, അതിന്റെ സിസ്റ്റമിക് സർക്കുലേഷനിൽ അതിന്റെ അളവ് അല്ലെങ്കിൽ ആ ഒരു കോൺസെൻട്രേഷൻ അതുപോലെ നിൽക്കും. അത് ടോക്സിക് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ നോർമൽ തെറാപ്യൂട്ടിക് ഡോസിലും അതിനൊരു എക്സസീവ് എഫക്ട് അല്ലെങ്കിൽ ടോക്സിക് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റിമുലേറ്റേഴ്സ്, some that enzyme stimulators like phenytoin or some phenobarbital പോലുള്ള കാർമോസെപ്റ്റിൻ, ഇതൊക്കെ തന്നെ വെച്ചാൽ എൻസൈം സ്റ്റിമുലേറ്റേഴ്സ് ആണ്. ഈ ഹെപ്പാറ്റിക് മൈക്രോസോമൽ എൻസൈമിന്റെ പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യും. അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എൻസൈം ആ മെഡിസിനെയും അല്ലെങ്കിൽ അതിന്റെ കൂടെ കഴിക്കുന്ന മറ്റ് മെഡിസിൻസിന്റെയും മെറ്റബോളിസത്തിനെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ അവിടെ റെഡ്യൂസ് ചെയ്യും. നെക്സ്റ്റ് ഏജ് സാധാരണ കുട്ടികളിലൊക്കെ ആണെങ്കിൽ അവർക്ക് കുട്ടികളിൽ അവരുടെ അല്ലെങ്കിൽ എൻസൈം സിസ്റ്റം അല്ലെങ്കിൽ എൻസൈമിന്റെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ളവരിലാണെങ്കിൽ ചില മെഡിസിൻസ് കൂടുതൽ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് അഡൽട്ട് ഡോസ് കൊടുക്കുന്നതിന് അത്രയും ഡോസ് മെഡിസിൻ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ നമ്മളോട് യങ്സ് ഫോർമുല, ഡിലിങ്സ് ഫോർമുല, ക്ലാർക്ക് ഫോർമുല, ഡിഫറെന്റ് ഫോർമുല ബേസ് ചെയ്തിട്ട് നമുക്ക് ചൈൽഡ് ഡോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് ബേസ് ചെയ്തിട്ടുള്ള ഡോസ് മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ ജെറിയാട്രിക് പേഷ്യൻസിനാണെങ്കിൽ അവർക്കും ഏജ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ നോർമൽ അഡൽട്ട് കൊടുക്കുന്ന അത്രയും ഡോസ് കൊടുക്കാൻ പാടില്ല. കാരണം വെച്ചാൽ അവരുടെ ലിവർ ഫംഗ്ഷനും അതുപോലെ കിഡ്നി ഫംഗ്ഷനൊക്കെ തന്നെ നോർമൽ അഡൽട്ടിനേക്കാൾ കുറവായിരിക്കും. അവിടെ നമുക്ക് ഡോസ് റിഡ്യൂസ് ചെയ്യേണ്ടി വരും. സെക്സ് നോക്കുകയാണെങ്കിൽ ഫീമെയിൽസ് ആർ മോർ അല്ലെങ്കിൽ സസെപ്റ്റബിൾ ടു ദാറ്റ് physiological action of many of the drugs. അതായത് യൂഫോറിക് എഫക്ട് ഓഫ് ദറ്റ് മോർഫിൻ എന്ന് പറയുന്നത് ലേഡീസിന് ജെൻസിനേക്കാൾ കൂടുതലായിരിക്കും.
ഇനി സ്പീഷീസ് വേരിയേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സ്പീഷീസ് ലൈക്ക് നമുക്കറിയാം ഇപ്പോൾ റാബിറ്റിലൊക്കെ ആണെങ്കിൽ അട്രോപ്പിനേസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു എൻസൈം അതിന്റെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ അട്രോപ്പിനേസ് എന്നുള്ള എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് തന്നെ നമ്മൾ അട്രോപ്പിൻ റാബിറ്റ് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മെറ്റബോളൈസ് ചെയ്ത് കളയും. പക്ഷേ ദാറ്റ് വിൽ പ്രൊഡ്യൂസസ് ടോക്സിക് എഫക്ട് ഇൻ മാൻ. യൂഫോറിയ അല്ലെങ്കിൽ യൂഫോറിക് എഫക്ട് അല്ലെങ്കിൽ മാനിയക് എഫക്ട് മനുഷ്യരിലുണ്ടാകും. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ദാറ്റ് അട്രോപ്പിനേസ് എന്ന് പറഞ്ഞ എൻസൈം നമ്മുടെ ബോഡിയിൽ ഇല്ലാത്തതുകൊണ്ട്. ഇനി സം genetic factors like some lack of some എൻസൈംസിന്റെ ചില ഡെഫിഷ്യൻസി കൊണ്ട്, ജനറ്റിക്കലായിട്ട് ഇൻഹെറിറ്റഡ് ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കെന്തുണ്ടാകും, ബയോട്രാൻസ്ഫോർമേഷനിൽ പ്രോബ്ലം ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ് 6-phosphate dehydrogenase എന്നൊരു എൻസൈം ഉണ്ട്. ദാറ്റ് അപ്പൊ ആ ഒരു എൻസൈമിന്റെ ഡെഫിഷ്യൻസി ഉള്ള പേഷ്യൻസിന് നമുക്ക് ഒരു ആന്റി മലേറിയൽ ഡ്രഗ് ആയിട്ടുള്ള ക്യുനക്രിൻ അത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എന്താ വെച്ചാൽ ഈ ഹീമോളൈസിസ് ഉണ്ടാവും. അപ്പോൾ ഹീമോളൈസിസ് ഉണ്ട് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ എൻസൈം. ദെൻ ദ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നോർമലി നമുക്ക് ഒരു അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടെങ്കിൽ നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ ആണ് അധികവും മെറ്റബോളിസം നടക്കുക. പിന്നെ പലപ്പോഴും ഈ ചില മെഡിസിൻസ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ അഡ്മിനിസ്റ്റർ ചെയ്ത് അത് ബോഡിയിൽ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ആൾട്ടേർഡ് ആയിട്ടുള്ള ബോഡി ടെമ്പറേച്ചേഴ്സ് അത് നോർമലൈസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്ക്രീഷൻ ഓഫ് ഡ്രഗ്സ്. ഡ്രഗിന്റെ എക്സ്ക്രീഷൻ. നമുക്ക് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ റീനൽ ക്ലിയറൻസ് അല്ലെങ്കിൽ അതും ഫസ്റ്റ് ഓർഡർ ആൻഡ് സീറോ ഓർഡർ കൈനറ്റിക്സ് ബേസ് ചെയ്തിട്ടാണ് അവിടെ വരിക. അപ്പോൾ മേജർ സൈറ്റ് ഓഫ് ഡ്രഗ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് ഒന്ന് കിഡ്നിയാണ്. കിഡ്നി കൂടാതെ ലങ്സിൽ നിന്നും സ്കിന്നിൽ നിന്നും ഇൻഡസ്റ്റൈൻ വഴിയും ബൈലിൽ നിന്നും മിൽക്കിൽ നിന്നും ഒക്കെ ഡ്രഗ് ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഈ കിഡ്നിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഡ്രഗ് എക്സ്ക്രീറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ പാസീവ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ എന്ന് വെച്ചാൽ അവിടെ നോർമലി ഒരു എനർജിയുടെ യൂട്ടിലൈസേഷൻ കൂടാതെ തന്നെ ഗ്ലോമറൽ ഫിൽട്രേഷൻ വഴി മോസ്റ്റ് ഓഫ് ദ ഡ്രഗും മെജോറിറ്റി ഓഫ് ദ ഡ്രഗ് ആർ എലിമിനേറ്റഡ് ത്രൂ കിഡ്നി ത്രൂ യൂസിങ് ദിസ് ഗ്ലോമറുലർ ഫിൽട്രേഷൻ. പിന്നെ അതിന് കുറച്ച് പാർട്ടാണെങ്കിൽ ആക്റ്റീവ് ട്യൂബുലർ സെക്രേഷൻ. അവിടെ എനർജി യൂട്ടിലൈസ് ചെയ്തിട്ട് തന്നെ പെൻസിലിൻ പോലുള്ള ചില മെഡിസിൻ ചില ഡ്രഗ്സ് ആക്റ്റീവ് ട്യൂബുലർ സെക്രേഷൻ വഴി അത് കളക്റ്റിംഗ് ഡക്റ്റിലോട്ട് പോകും. പിന്നെ ബാക്കി വെച്ചാൽ പാസീവ് ട്യൂബുലർ ഡിഫ്യൂഷൻ. സാലിസിലേറ്റ്സ് ആൻഡ് മെപ്പാക്രിൻ പോലുള്ള മെഡിസിൻസ് ആണെങ്കിൽ പാസീവ് അവിടെയും എനർജിയുടെ ആവശ്യമില്ല. ട്യൂബുലർ ഡിഫ്യൂഷൻ വഴി ഡിഫ്യൂസ് ചെയ്തിട്ട് നേരെ കളക്റ്റിംഗ് ഡക്റ്റിലോട്ട് പോയി യൂറിത്രയിലെത്തി അവിടുന്ന് നമുക്ക് യൂറിൻ വഴി പാസ് ചെയ്ത് കളയും. ഇനി നമ്മൾ വോളറ്റൈൽ ജനറൽ അനസ്തെറ്റിക്സും അതുപോലെ തന്നെ ആൽക്കഹോൾ ആൻഡ് പരാൽഡിഹൈഡ് പോലുള്ള മെഡിസിൻസ് ഒക്കെ ആണെങ്കിൽ അത് അതിന്റെ മേജർ പാർട്ട് നമ്മൾ അബ്സോർബ് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സ്ക്രീറ്റ് ചെയ്യുന്നതും ലങ്സ് വഴി തന്നെയായിരിക്കും. ഇനി ഹെവി മെറ്റൽസ് ലൈക്ക് ആഴ്സനിക് ആൻഡ് മെർക്കുറി ഒക്കെ ആണെങ്കിൽ അത് സ്കിൻ വഴിയായിരിക്കും അത് എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത്. എസ്പെഷ്യലി ഈ ഹെവി മെറ്റൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ നമ്മുടെ സലൈവയിൽ വഴിയും ഇതുപോലെ സ്കിന്നിലും സലൈവ വഴി എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. അപ്പൊ അതിൽ കുറെ പാർട്ട് നമ്മുടെ ഇതിൽ എക്സ്ക്രീറ്റ് ചെയ്ത് പോകാതെ കുറച്ച് അക്യുമുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ബ്ലാക്ക് കളേർഡ് ടങ് ഉണ്ടാകും. എസ്പെഷ്യലി ലെഡ് പോയിസണിങ്ങിലൊക്കെ നിങ്ങൾ ലെഡ് ന്റെയൊക്കെ എക്സ്ക്രീഷൻ വരുമ്പോഴത്തേക്കും ബ്ലാക്ക് ടങ്ങിനുള്ള റീസൺസിലൊന്ന് ഈ ലെഡിന്റെ അക്യുമുലേഷൻ ആണ്. ഇതുപോലെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുമ്പോഴുള്ള അക്യുമുലേഷൻ ബേസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് ഈസ് ഇൻഡസ്റ്റൈൻ. പർഗട്ടീസ് ലൈക്ക് സെന്ന ആൻഡ് കസ്കാര. അതിനകത്ത് സെന്നയിലും കസ്കാരയിലും ആന്ത്രക്കിനോൺ ഗ്ലൈക്കോസൈഡ്സ് ഉണ്ട്. ഈ ആന്ത്രക്കിനോൺ ഗ്ലൈക്കോസൈഡ്സിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇത് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇതിനൊരു സർക്കുലേഷൻ ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ഇത് ഇൻഡസ്ട്രിയിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ട് തിരിച്ച് ബൈൽ വഴി അവിടെ എക്സ്ക്രീറ്റ് ചെയ്യും. ആ എക്സ്ക്രീറ്റ് ചെയ്യുന്നത് വീണ്ടും റീ അബ്സോർബ് ചെയ്യും. അങ്ങനെ ഒരു എൻട്രോ ഹെപ്പാറ്റിക് സൈക്കിൾ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫീസസ് വഴി അത് എക്സ്ക്രീറ്റ് ചെയ്ത് ഒഴിവാകും. നെക്സ്റ്റ് ബൈലിന് നേരത്തെ പറഞ്ഞ ഈ ആന്ത്രക്കിനോൺ ഡെറിവേറ്റീവ്സും അതുകൂടാതെ ഫിനോഫ്താലിൻ ഡൈഫൻ ഹൈഡ്രൻറ്റോയിൻ ഒക്കെ സം എക്സാമ്പിൾസ് ഓഫ് ദാറ്റ് ഡ്രഗ്സ് വിച്ച് ഇസ് അണ്ടർഗോയിങ് എൻട്രോ ഹെപ്പാറ്റിക് സൈക്കിൾ. അത് ബൈൽ വഴി റീ എക്സ്ക്രീറ്റ് ചെയ്യും. അവിടെ സ്മോൾ ഇൻഡസ്ട്രിയിലോട്ട് എക്സ്ക്രീറ്റ് ചെയ്യും. അവിടെ വെച്ചിട്ട് തന്നെ അത് അബ്സോർബ് ചെയ്ത് ലാസ്റ്റ് ലാർജ് ഇൻഡസ്ട്രി വഴി അവിടെ അതിനെ എക്സ്ക്രീറ്റ് ചെയ്ത് പുറത്തുകളയും.
some milk are more that acidic than the blood. Blood acidic some majority, some basic drugs like pethidine that will excrete through milk. Feeding women's medicines use doctors literature some drugs are excreted through milk. And another one is saliva. Drugs like iodines and metallic salt are excreted through saliva. These are the major site of excretion. ഇനി നമുക്ക് അതിന്റെ മെക്കാനിസം നോക്കാം. മെക്കാനിസം ഓഫ് ഡ്രഗ് ആക്ഷൻ. അപ്പോൾ ഓരോ ഡ്രഗിനും ഡിഫറെന്റ് മെക്കാനിസം ബേസ് ചെയ്തിട്ടാണ് അതിന്റെ ഒരു ആക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റീസ് തരുന്നത് ചിലപ്പോൾ റിസപ്റ്റർ ബേസ്ഡ് ആയിരിക്കാം. ആ റിസപ്റ്റർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പ്രോട്ടീൻ ആയിരിക്കാം, ആൻഡ് സെൽ സർഫസിലുള്ള അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻസിലുള്ള പ്രോട്ടീൻസ് ആയിരിക്കാം, ചിലപ്പോൾ എൻസൈംസ് ആയിരിക്കാം, ചിലപ്പോൾ ഇൻട്രാസെല്ലുലാർ സബ്സ്റ്റൻസ് ആയിരിക്കാം റിസപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിൽ തന്നെ അഗോണിസ്റ്റ് ഉണ്ട്, അന്റഗോണിസ്റ്റ് ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് അഗോണിസ്റ്റ്, എന്താണ് അന്റഗോണിസ്റ്റ്. അഗോണിസ്റ്റ് എന്ന് പറയുന്നത് an agent or substance which when combined with the receptor and produces a desired pharmacological or the physiological effect produce ചെയ്യുന്നതിനെ നമ്മൾ agonist എന്ന് പറയുന്നത്. And this agonists are mainly giving its physiological effect by combining with the receptors. In case of antagonist എന്ന് വെച്ചാൽ അവിടെ that will oppose the action of agonist. Agonistന്റെ actionsനെ oppose ചെയ്യുന്നതാണ് antagonist. നമ്മൾ ഈ അഗോണിസ്റ്റ് ആൻഡ് ആന്റഗോണിസ്റ്റ് മെയിൻലി യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പലപ്പോഴും ഈ ആന്റിഡോട്ട് ഒരു ചില പോയിസണിങ് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിൽ നമുക്ക് ആന്റിഡോട്ട് കൊടുക്കുന്നത് അഗോണിസ്റ്റിക് ആൻഡ് ആന്റഗോണിസ്റ്റിക് ആക്ഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സൈറ്റ് ഓഫ് ഡ്രഗ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഡ്രഗ് ചിലപ്പോൾ അതിന്റെ ലോക്കൽ എഫക്റ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ ഈ ഡ്രഗ് ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ ഡ്രഗ് എങ്ങനെയായിരിക്കും എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക? ഇറ്റ് ആക്ട് മെയിൻലി ഡ്രഗ് മേ ആക്ട് ബൈ ഇൻട്രാസെല്ലുലർലി, അതായത് ഇൻട്രാസെല്ലുലർലി, എക്സ്ട്രാസെല്ലുലർലി ഓർ സെൽ സർഫസ് വഴി. ഇപ്പൊ എക്സ്ട്രാസെല്ലുലർലി ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഓസ്മോട്ടിക് ഡയോറിറ്റിക്സ് ലൈക്ക് മഗ്നീഷ്യം സൾഫേറ്റ് പോലുള്ള ഓസ്മോട്ടിക് ഡയോറിറ്റിക്സ് നമ്മളത് അബ്സോർബ് അല്ലെങ്കിൽ നമ്മൾ ഓർലി കൊടുത്തു കഴിഞ്ഞാൽ അത് എന്ത് വെച്ചാൽ അവിടെ ഓസ്മോട്ടിക് പ്രഷർ ഡിഫറൻസ് ഉണ്ട്. നമ്മളെ ബ്ലഡ് അല്ലെങ്കിൽ ഇൻട്രാസെല്ലുലാർ ഫ്ലൂയിഡ്സ് നേരെ ഇൻഡസ്റ്റൈൻ ലൂമിനിലോട്ട് വലിച്ചെടുത്തിട്ട് അത് എന്ത് ചെയ്യും, പർഗേഷൻ അല്ലെങ്കിൽ ലക്സിറ്റി പ്രോപ്പർട്ടി അവിടെ എക്സെപ്റ്റ് ചെയ്യും. സെക്കൻഡ് എന്ന് വെച്ചാൽ some drug it acts on the cell surface. ഇപ്പോൾ പെൻസിലിൻ പോലുള്ള ആന്റിബയോട്ടിക്സ് ആണെന്നുണ്ടെങ്കിൽ മൈക്രോ ഓർഗാനിസം എസ്പെഷ്യലി ഇത് ആക്ട്സ് ഓൺ ദ മൈക്രോ ഓർഗാനിസത്തിന്റെ സെൽ സർഫസ് അല്ലെങ്കിൽ സെൽ വാൾ സിന്തസിസിനെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെയാണ് അതിന്റെ മൈക്രോ ഓർഗാനിസിനെ കില്ല് ചെയ്യുന്നത്. ബട്ട് എനിവേ ഈ ഏത് മെഡിസിൻസ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്താലും അതിന്റെ ഒരു പാർട്ട്, ഒരു ചെറിയ പാർട്ട് നമുക്ക് നമ്മുടെ മറ്റൊരു എക്സ്ട്രേനിയസ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസത്തിന് എഗൻസ്റ്റ് ആയിട്ടാണ് അത് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കൂടി അതിന്റെ ഒരു പാർട്ട് നമുക്ക് ബോഡിയിലും എഫക്ട് ചെയ്യും. ഇനി ഇൻട്രാസെല്ലുലർലി ഇപ്പൊ സം ഡ്രഗ്സ് വിച്ച് എൻ്റർ ഇൻ ടു ദ സെല്ലിനുള്ളിൽ കയറിയിട്ട് അതിന്റെ ഇൻട്രാസെല്ലുലാർ സ്ട്രക്ചേഴ്സിൽ ആക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ആന്റി ക്യാൻസർ ഡ്രഗ്സ് that will enter into the cell and compete with the DNA synthesis അല്ലെങ്കിൽ DNA and RNA synthesis and protein metabolism അതിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് അത് ഒരു സൈറ്റോടോക്സിക് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്റി ക്യാൻസർ ഡ്രഗ്സ്. ഇനി നോക്കുകയാണെങ്കിൽ ഡ്രഗ്സ് ക്യാൻ പ്രൊഡ്യൂസ് ദിയർ എഫക്ട് ബൈ physical, chemical properties and action on the cell surface, action inside the cell, action through enzymes. ഇതിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫിസിക്കൽ മാസ്, സം ലക്സറ്റീവ്സ് ലൈക്ക് അഗർ പോലുള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ ലക്സറ്റീവ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതൊരു എന്താ വാട്ടർ അബ്സോർബ് ചെയ്ത് സൊല്ല് ചെയ്തിട്ട് ആ ഒരു ബൾക്ക് ഫോം ചെയ്യുക. ബൾക്ക് ഫോമിങ് ആയിട്ടുള്ള ആ ബൾക്കിനെസ് ബേസ് ചെയ്തിട്ടാണ് ഒരു ലക്സറ്റീവ് പ്രോപ്പർട്ടി തരുന്നത്. ഇനി അഡ്സോർപ്ഷൻ, സം ഡ്രഗ്സ് ലൈക്ക് ആന്റിഡോട്ട്സ് നമ്മളിപ്പോ പോയിസണിങ്സിന് കൊടുക്കുന്ന ആന്റിഡോട്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ അതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ടോക്സിക് സബ്സ്റ്റൻസിനെ അഡ്സോർബ് ചെയ്യാൻ അതിലോട്ട് അഡ്സോർബ് ചെയ്തിട്ട് അഡ്സോർബ് ചെയ്തിട്ടാണ് അതിനെ ഡീടോക്സിഫൈ ചെയ്യുന്നത്. ഇനി ഓസ്മോസിസ് നേരത്തെ പറഞ്ഞു, ഓസ്മോട്ടിക് ഡയോറിറ്റിക്സ് ലൈക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ആണെങ്കിൽ ഓസ്മോസിസ് ബേസ് ചെയ്തിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിമൾസന്റ് എഫക്ട്.
ഈ ഡിമർസെന്റ് അല്ലെങ്കിൽ സൂത്തനിങ് എഫക്ട് സാറിന് ഈ നമ്മളുള്ള അവിടെ ലക്സറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് പെട്രോളിയം അല്ലെങ്കിൽ ലിക്വിഡ് പാരഫിൻ ലിക്വിഡ് പാരഫിൻ നമ്മൾ എമൽഷൻ എന്ത് വെച്ചാൽ അവിടെ ഒരു ഡിമൾസന്റ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു കോട്ടിംഗ് ഫോം ചെയ്യും നമ്മുടെ ഇൻഡസ്ട്രിയൽ ലൂമലിൽ. എന്നിട്ട് ഒരു ലൂബ്രിക്കന്റ് എഫക്ട് ബേസ് ചെയ്തിട്ട് അത് ഇൻഡസ്ട്രിയൽ കണ്ടന്റ് എന്ത് ചെയ്യും, ഇവാക്യുവേറ്റ് ചെയ്ത് കളയും. ദെൻ ഇലക്ട്രിക്കൽ ചാർജ്, വാർഫാറിൻ പോലുള്ള ചില മെഡിസിൻസ് വെച്ചാൽ അതിന്റെ ഇലക്ട്രിക് ചാർജ് ബേസ് ചെയ്തിട്ടാണ് അത് ആക്ട് ചെയ്തിട്ട് ആന്റി ആന്റികോയാഗുലന്റ് എഫക്റ്റോടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി റേഡിയോ ആക്ടിവിറ്റി, ഇതെല്ലാം തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഇനി റേഡിയോ ആക്ടിവിറ്റി നമ്മളുടെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ആണെങ്കിൽ സം റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ റേഡിയേഷൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാൻസർ തെറാപ്പിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് റേഡിയോ ആക്ടിവിറ്റി. നെക്സ്റ്റ് ഈസ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. പിന്നെ അസിഡിറ്റി ആൻഡ് ആൽക്കലൈനിറ്റി, അതിൽ 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഇത് നേച്ചർ അസിഡിക് നേച്ചർ ആണോ ആൽക്കലൈൻ നേച്ചർ ആണോ എന്നുള്ളത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സാറിന് യൂസ് ചെയ്യും. എക്ലോർ ഹൈഡ്രിയ എന്നുള്ള കണ്ടീഷൻസിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ ഒരു ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ സോഡിയം ബൈകാർബണേറ്റ് ആണെങ്കിൽ നമുക്ക് ഒരു ആന്റാസിഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ചില ഡ്രഗ് അതിന്റെ pH ബേസ് ചെയ്തിട്ട് ആണ് അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിന്റെ ആക്ഷൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ചീലേഷൻ, അതായത് നമ്മളുടെ യൂണിവേഴ്സൽ ആന്റിഡോട്ട് ലൈക്ക് ബാൾ, ബ്രിട്ടീഷ് ആന്റി ലൂസൈഡ്, അത് നമ്മൾ സാറിന് യൂസ് ചെയ്യുന്ന ഡൈമർ ക്യാപ്രോൾ അല്ലെങ്കിൽ ബാൾ, ഇതൊക്കെ തന്നെ നമ്മൾ സാധാരണ ചീലേറ്റിംഗ് ഏജന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചീലേറ്റിംഗ് ഇത് വന്നിട്ട് ടോക്സിക് സബ്സ്റ്റൻസ് ഹെവി മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് ആ കോംപ്ലക്സ് ആണ് ഡീടോക്സിഫൈഡ് മെറ്റീരിയൽസ് ആയിട്ട് അതിനെ എക്സ്ക്രീറ്റ് ചെയ്ത് പോകും. ആക്ഷൻസ് ഓഫ് സെൽ സർഫസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പെൻസിലിൻസ്, ആക്ഷൻസ് ഇൻസൈഡ് ദ സെൽസ്, ആന്റി ക്യാൻസർ ഡ്രഗ്സ് ആൻഡ് ആക്ഷൻസ് ത്രൂ എൻസൈംസ്. ആക്ഷൻ ത്രൂ എൻസൈംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസറ്റിൽ കൊളൈൻസ് ബോഡിയിൽ അതിൽ നമ്മൾ ചില അസിറ്റിൽ കൊളൈൻ വിൽ പ്രൊഡ്യൂസസ് മസ്കാരിനിക് ആൻഡ് നിക്കോട്ടിനിക് എഫക്ട്. പക്ഷേ നമ്മുടെ ബോഡിയിലുള്ള ചില എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് എന്ത് വെച്ചാൽ അസിറ്റിൽ കൊളിനെ കൺവേർട്ട് ചെയ്തിട്ട് കോളിനും അസിറ്റിക് ആസിഡായിട്ട് മാറ്റും. ദാറ്റ് ഇസ് ട്രൂ കോളിൻ എസ്റ്ററേസ് എന്നും സ്യൂഡോ കോളിൻ എസ്റ്ററേസ് എന്നും പറഞ്ഞിട്ടുള്ള എൻസൈംസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം തന്നെ ഡ്രഗിന്റെ എഫക്റ്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫാക്ടേഴ്സ് മോഡിഫൈങ് ദ ഡ്രഗ് എഫക്ട്സ്. എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മളിവിടെ മോഡിഫൈ ചെയ്യുന്ന നോക്കാം. ഇവിടെ നമ്മൾ ഏജ് ആദ്യം പറഞ്ഞു, യങ്സ്, ചിൽഡ്രൻസിലും അതുപോലെ ജെറിയാട്രിക്സിന്റെ കേസിലും ബിക്കോസ് ഓഫ് ദ ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ്. ഇത് എൻസൈംസ് ഒക്കെ തന്നെ ഡെവലപ്മെന്റൽ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അവിടെ പ്രോപ്പർ ആയിട്ടുള്ള നമ്മുടെ ഡീടോക്സിഫൈങ് അല്ലെങ്കിൽ എൻസൈംസ് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ട് ഈ ഡ്രഗ് എഫക്റ്റിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. 2 ബോഡി വെയിറ്റ്, നമ്മൾ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വൈസ് ചെക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോഡിയിൽ എല്ലാ പാർട്ടിലും എത്തണം അല്ലെ. അപ്പം ബോഡി വെയിറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ ഡ്രഗ് അത് കാൽക്കുലേറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ഒരു നോർമൽ അഡൽട്ട് 70 കിലോഗ്രാം ബോഡി വെയിറ്റ് ഉള്ള ഒരു വ്യക്തി കൊടുക്കുന്ന സെയിം മെഡിസിൻ തന്നെ ഒരു 120 kg ഉള്ള ഒരു ആളുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസൈഡ് ആയിട്ടുള്ള ഫാർമക്കോളജിക്കൽ എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. ബിക്കോസ് ദ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി വെരി ലെസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് 70 kg. നെക്സ്റ്റ് സെക്സ്, ഇവിടെ some ladies are susceptible to the drug action, especially that euphoric effect of this morphine, which is more to women than gents. Then the route of administration വെച്ചാൽ അത് it is affecting the drug effect. നമുക്കൊരു എൻഡറൽ റൂട്ട് വഴി കൊടുക്കുന്ന മെഡിസിൻസ് അത് പാരന്ററൽ റൂട്ട് വഴി കൊടുക്കുന്ന മെഡിസിൻസിനേക്കാളും കുറവായിരിക്കും അതിന്റെ എഫക്ട്, ബിക്കോസ് ദ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ വളരെ കുറവാണ്. രണ്ടെന്ന് വെച്ചാൽ സിസ്റ്റമിക് സർക്കുലേഷനിലോട്ട് റീച്ച് ചെയ്യുന്ന അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ലെസർ ദാൻ ദാറ്റ് ഓഫ് ദാറ്റ് പാരന്ററൽ റൂട്ട്. ദെൻ ടൈം ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് ചില മെഡിസിൻസ് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ തരുന്ന മെഡിസിൻസ് ആണെങ്കിൽ നമുക്ക് അലോങ് വിത്ത് ഫുഡ് അല്ലെങ്കിൽ ആഫ്റ്റർ ഫുഡ് മാത്രമേ കൊടുക്കാറുള്ളൂ. എന്നാൽ സം അന്തൽമെന്റി ഡ്രഗ്സ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ എംപ്റ്റി സ്റ്റൊമക്കിൽ വേണം കഴിക്കാൻ അന്തൽമെന്റി ഡ്രഗ്സ്. കാരണം വെച്ചാൽ ആ എംപ്റ്റി സ്റ്റൊമക്കിൽ വേംസിനെ അത് കൂടുതലായിട്ട് അഫക്ട് ചെയ്യും, അതിന് കില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ പാരലൈസ് ചെയ്യുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് നമ്മുടെ ബോഡിയിലുള്ള
നമ്മുടെ എൻസൈംസിന്റെ പ്രസൻസ് അതൊക്കെ തന്നെ നമ്മൾ ഡ്രഗിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് മെറ്റബോളിസം അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻസൈം ഈ ഡ്രഗിനെ ഡിപ്ലീറ്റ് ചെയ്ത് കളയും. അതിനെ ബേസ് ചെയ്തിട്ട് ഡ്രഗിന്റെ എഫക്റ്റിൽ വേരിയേഷൻസ് ഉണ്ടാവും. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഇനി പേഷ്യൻസിന്റെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഡ്രഗിന്റെ എഫക്റ്റിനെ കൂടുതലായിട്ട് അഫക്ട് ചെയ്യാനുള്ള എക്സാമ്പിളാണ് പ്ലാസിബോ എഫക്ട് എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു പേഷ്യന്റിന് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിലെ ട്രീറ്റ്മെന്റിനോട് കൂടുതലൊരു വിശ്വാസ്യത അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ്നെസ് ഉണ്ടെങ്കിൽ ആ ഒരു പ്ലാസിബോ കൊടുത്താലും മതി ഒരു എഫക്ട് ഉണ്ടാക്കാൻ. പ്ലാസിബോ എന്ന് പറയുന്നത് വെച്ചാൽ ഡ്രഗ് ലൈക്ക് അല്ലെങ്കിൽ ഒരു ഡമ്മിയാണ് ഡ്രഗ് പോലുള്ള സബ്സ്റ്റൻസ്, അതിന്റെ കളറും സ്മെല്ലും ഒക്കെ സിമിലർ ദാറ്റ് ഓഫ് ഡ്രഗ് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്ലാസിബോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് പത്തോളജിക്കൽ സ്റ്റേറ്റ്. ചില ഡ്രഗ്സ് ദാറ്റ് വിൽ അല്ലെങ്കിൽ പത്തോളജിക്കൽ കണ്ടീഷൻസിൽ ആണെങ്കിൽ അതിന്റെ ആക്ടിവിറ്റി കൂടുതലായി. ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള കണ്ടീഷൻസിൽ നമ്മുടെ ബോഡി മെറ്റബോളിക് റേറ്റ് ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന നോർമൽ ഡോസ് പോരാതെ വരും. എന്തിന്? നമ്മളുടെ ഡിസൈഡ് ഫാർമക്കോളജിയിൽ ആക്ഷൻ കിട്ടാം. അപ്പോൾ അവിടെ ഹയർ ഡോസ് കൊടുക്കേണ്ടി വരും. ഇനി ജനറ്റിക് ഫാക്ടേഴ്സ്, സം ലാക്ക് ഓഫ് സം ഹോർമോൺ, ജനറ്റിക് ഇൻഹെറിറ്റഡ് ലാക്ക് ഓഫ് some hormones that also leads to the drug effect. Drug effect ne adu modify cheyyunnundu. Idu koodade cumulative effect. Cumulative effect എന്ന് വെച്ചാൽ some slowly eliminated drugs ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഡിജോക്സിൻ പോലുള്ള ഡ്രഗ് ഉണ്ട്, ദാറ്റ് ഈസ് എലിമിനേറ്റഡ് ഫ്രം അവർ ബോഡി സ്ലോലി. സോ അങ്ങനെയുള്ള ഡ്രഗ്സ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് ഡിസൈഡ് ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ഉണ്ട്. കൂടാതെ റിപ്പീറ്റഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ വരുമ്പോഴത്തേക്കും ദാറ്റ് വിൽ അക്യുമുലേറ്റ് ഇൻ അവർ ബോഡി ആൻഡ് വിൽ പ്രൊഡ്യൂസ് എ ടോക്സിക് എഫക്ട് ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിംഗ് ബിലോങ്സ് ടു നാരോ തെറാപ്യൂട്ടിക് റേഞ്ച്. നാരോ തെറാപ്യൂട്ടിക് റേഞ്ചിനകത്ത് ഉള്ളതാണ് ഈ ഡിജോക്സിൻ പോലുള്ള മെഡിസിൻസ്. അപ്പൊ അങ്ങനെയുള്ള ഡ്രഗ്സ് ക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിച്ച് വിൽ പ്രൊഡ്യൂസ് ടോക്സിക് എഫക്ട്. നെക്സ്റ്റ് ഈസ് ടോളറൻസ്. ഇനി എന്താണ് ടോളറൻസ് എന്ന് നോക്കാം. അതായത് ഒരു ഡ്രഗ് നമ്മളിപ്പോ ഒരു യൂഷ്വൽ ആയിട്ടുള്ള നമ്മൾ തെറാപ്യൂട്ടിക് ഡോസിന് വേണ്ടിയുള്ള ഡ്രഗ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ആ ഒരു അതിന്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ വരുമ്പോഴത്തേക്കും അതിന്റെ ആക്ടിവിറ്റി അവിടെ റെഡ്യൂസ് ചെയ്യും. അങ്ങനെ വരുന്നതിനാണ് നമ്മൾ അതിന്റെ ടോളറൻസ് എന്ന് പറയുന്നത്. ടോളറൻസ് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് ട്രൂ ടോളറൻസ്, 2 ടാക്കിഫിലാക്സിസ് അല്ലെങ്കിൽ അക്യൂട്ട് ടോളറൻസ്. അവിടെ ട്രൂ ടോളറൻസ് മേ ബി ഓഫ് നാച്ചുറൽ ടോളറൻസ് ഓർ അക്യൂട്ട് ടോളറൻസ്. ട്രൂ ടോളറൻസിന് വീണ്ടും 2 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് നാച്ചുറൽ ടോളറൻസ്, 2 അക്വേർഡ് ടോളറൻസ്. ഇതിൽ ട്രൂ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ഫോർ നേരത്തെ ഇതിന്റെ അട്രോപ്പിന്റെ കേസ് പറഞ്ഞു, റാബിറ്റ്സിന്റെ ബോഡിയിൽ ഒരു എൻസൈം ഉണ്ട്, അതായത് അട്രോപ്പിനെ സംബന്ധിച്ച് എൻസൈം ഉണ്ട്. ആ എൻസൈംസിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഡ്രഗ് കഴിച്ചാൽ ഡ്രഗ് അതിന്റെ അളവ് കുറച്ച് കൂടിയാലും റാബിറ്റ്സിനെ സംബന്ധിച്ചോളം കുഴപ്പമില്ല. കാരണം വെച്ചാൽ ദാറ്റ് ക്യാൻ ടോളറേറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഡോസ് ഓഫ് എ ഡ്രഗ്. But in case of man, because of the lack of that enzyme, a small variation in the dosage will also produce a toxic effect. In acute tolerance, some that have CNS active drugs like morphine, pethidine, അല്ലെങ്കിൽ അതുപോലുള്ള CNS depressants ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിന് ഒരു ഡ്രഗ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ തന്നെ എടുത്തോളൂ, അങ്ങനെയുള്ള ഡ്രഗ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ എഫക്ട് കുറഞ്ഞു വരും. പിന്നീട് നമുക്ക് അതിന്റെ ഡിസൈഡ് ഫാർമക്കോളജിക്കൽ എഫക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഡോസ് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. അതങ്ങനെ പറയുന്നതാണ് അക്വേർഡ് ടോളറൻസ് എന്ന് പറയാം. ഇനി ടാക്കിഫിലാക്സിസ്. എന്താണ് ടാക്കിഫിലാക്സിസ്? ദാറ്റ് ഈസ് അക്യൂട്ട് ടോളറൻസിന് പറയുന്ന മറ്റൊരു പേരാണ് ടാക്കിഫിലാക്സിസ് എന്ന് പറയുന്നത്. അതായത് റിപ്പീറ്റഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡ്രഗ് ഇൻ എ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ എഫക്ട് വളരെ റെഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ടൈറമിൻ, അതുപോലെ തന്നെ എഫിഡ്രിൻ, ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് ഡ്രഗ് വിച്ച് ഷോസ് ദ ടാക്കിഫിലാക്സിസ്. ഇപ്പോൾ ടൈറമിൻ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ടൈറമിന്റെ പ്രോപ്പർട്ടി വെച്ചാൽ BP റൈസ് ചെയ്യിക്കുക, അല്ലെങ്കിൽ നമ്മളെ ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യിക്കുക എന്നുള്ളതാണ് ടൈറമിന്റെ പ്രോപ്പർട്ടി. പക്ഷേ ഇത് റിപ്പീറ്റഡ് അഡ്മിനിസ്ട്രേഷൻ വരുമ്പോഴത്തേക്കും അത് എന്താ വെച്ചാൽ ഈ അഡ്രിനർജി നെർവ് എൻഡിങ്സിലുള്ള ഈ നോറെപ്പിനെഫ്രിൻ സ്റ്റോറേജ് ഗ്രാനുൾസിനെ റപ്ചർ ചെയ്യിച്ചിട്ട് അതിന്റെ മെറ്റബോളിസം അവിടെ ഇൻക്രീസ് ചെയ്തിട്ട് പിന്നീട് എന്താ വെച്ചാൽ അതിന്റെ ആക്ടിവിറ്റി അവിടെ കുറയും. അതേപോലെ ഈ എഫിഡ്രിൻ ആണെന്നുണ്ടെങ്കിൽ ഇത് റിസപ്റ്റേഴ്സിൽ
ആക്ട് ചെയ്തിട്ട് ആ റിസപ്റ്റർ അങ്ങോട്ട് സാച്ചുറേറ്റ് ആവും. സാച്ചുറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ പ്രത്യേകിച്ച് ഫിസിയോളജിക്കൽ ആക്ഷൻസ് ഒന്നും തന്നെ തരില്ല. ഇങ്ങനെയുള്ള പ്രോപ്പർട്ടിനെ പറയുന്നത് ടാക്കിഫിലാക്സിസ് എന്ന് പറയുക. നെക്സ്റ്റ് ഈസ് ഡ്രഗ് ഇന്ററാക്ഷൻസ്. അപ്പൊ ഇതിന്റെ മറ്റു ഇതിന്റെ ബേസ് ചെയ്യുന്നതാണ് ഡ്രഗ് ഇന്ററാക്ഷൻസ്. ഇപ്പോൾ എന്താണ് ഡ്രഗ് ഇന്ററാക്ഷൻസ്? ഒന്നോ അതിലധികമോ ഡ്രഗ് കൺകറന്റ് യൂസ് ഓഫ് വൺ ഓർ മോർ ഡ്രഗ് ഇൻ എ പർട്ടിക്കുലർ ഫിസിയോളജിക്കൽ സിസ്റ്റത്തിൽ ആക്ട് ചെയ്തിട്ട് that will that produces some effect other than that desired pharmacological action. അത് കൂടാതെ വേറെ കുറച്ച് ആക്ഷൻസ് തരും. അങ്ങനെ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഡ്രഗ് ഇന്ററാക്ഷൻസ് എന്ന് പറയുക. അതിൽ ഉള്ള ഒന്ന് ഫസ്റ്റ് വൺ അഡിക്റ്റീവ് എഫക്ട്. എന്താണ് അഡിക്റ്റീവ് എഫക്ട് എന്ന് പറയുന്നത്? അഡിക്റ്റീവ് എഫക്ട് എന്ന് വെച്ചാൽ ദ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് ടു ഡ്രഗ്സ്. ഇത് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ that may be equal to that sum of these two individual ഡ്രഗ് ആക്ഷൻ. ഇപ്പോൾ രണ്ട് ഡ്രഗിന്റെയും ഇൻഡിവിജ്വൽ ആക്ഷൻസിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സം ആയിരിക്കും ഇതിന്റെ രണ്ടിന്റെ കമ്പൈൻഡ് ആക്ഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ എഫിഡ്രിൻ ആൻഡ് അമിനോഫിലിൻ ഇൻ ആസ്മാറ്റിക് കണ്ടീഷൻസ് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ കിട്ടുന്ന ഒരു എഫക്ട് എന്ന് പറയുന്നത് എക്സാമ്പിൾ ഓഫ് ആൻ അഡിക്റ്റീവ് എഫക്ട് ആണ്. നെക്സ്റ്റ് ഈസ് സൈനർജിസം. എന്താണ് സൈനർജിസം? സൈനർജിസം എന്ന് പറയുന്നത് if we use two drugs in a system, that will produces the effect than more than that of the value. അതായത് രണ്ട് ഡ്രഗിന്റെ ഇൻഡിവിജ്വൽ എഫക്റ്റിനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എഫക്ട് ഉണ്ടാവും. അതിനേക്കാൾ കൂടുതലായിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും സൈനർജിസം വഴി കിട്ടുക. ഫോർ എക്സാമ്പിൾ, നമുക്കറിയാം, നമ്മൾ സൾഫമെത്തോക്സോൾ ആൻഡ് ട്രൈമെത്തോപ്രിം എന്നുള്ള ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യും. അവിടെ സൾഫമെത്തോപ്രിമിന്റെ ആക്ഷനെയും ട്രൈമെത്തോപ്രിമിന്റെ എലോൺ ആയിട്ട് കൊടുക്കുന്ന ആക്ഷനേക്കാൾ വളരെ കൂടുതലായിരിക്കും ഇതിന്റെ കോമ്പിനേഷൻ വഴി കൊടുക്കുക. നെക്സ്റ്റ് ഈസ് അന്റഗോണിസം. എന്താണ് ഡ്രഗ് അന്റഗോണിസം എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ സിസ്റ്റത്തിനകത്ത് രണ്ട് ഡ്രഗുകൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡ്രഗിന്റെ ആക്ഷനെ മറ്റു ഡ്രഗ് എന്ത് വെച്ചാൽ ഒപ്പോസ് ചെയ്യും. ഇതിനാണ് നമ്മൾ ഡ്രഗ് അന്റഗോണിസം എന്ന് പറയുന്നത്. ഡ്രഗ് അന്റഗോണിസം മേ ബി കെമിക്കൽ അന്റഗോണിസം, കോമ്പറ്റേറ്റീവ് അന്റഗോണിസം, നോൺ കോമ്പറ്റേറ്റീവ് അന്റഗോണിസം ഓർ ഫിസിയോളജിക്കൽ അന്റഗോണിസം. എന്താണ് കെമിക്കൽ അന്റഗോണിസം എന്ന് വെച്ചാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ അഗോണിസ്റ്റും അന്റഗോണിസ്റ്റും തമ്മിൽ റിസപ്റ്ററിന് വേണ്ടി അല്ലെങ്കിൽ അത് തമ്മിൽ കെമിക്കലി റിയാക്ട് ചെയ്തിട്ട് അത് ന്യൂട്രലൈസ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് അവിടെ ഡിസൈഡ് ആയിട്ടുള്ള ഡ്രഗ് എഫക്ട് കിട്ടാതെ വരും. അതിനെ നമ്മൾ കെമിക്കൽ അന്റഗോണിസം പറയുന്നത്. ഈ പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു പോയിസണിങ് എഫക്ട്സിൽ അവിടെ ടോക്സിൻസിന്റെ എഫക്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുക. ബാൾ, ദാറ്റ് ഈസ് ബ്രിട്ടീഷ് ആന്റി ലൂസൈഡ് ഇൻ ആഴ്സനിക് പോയിസണിങ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് കോമ്പറ്റേറ്റീവ് അന്റഗോണിസം. കോമ്പറ്റേറ്റീവ് അന്റഗോണിസം അതിന്റെ എക്സാമ്പിൾ വെച്ചാൽ നമ്മൾ റിസപ്റ്റർ സൈറ്റിൽ based on the concentration of the agonist and the antagonist, it will produce a physiological action. If the agonist concentration increase, that will replace that antagonist, or if the concentration of antagonist is more, then it will replace the agonist from the side from the receptor side and produce its effect. An example ആണ് acetylcholine and atropine in muscarinic receptors. ഇനി നെക്സ്റ്റ് നോൺ കോമ്പറ്റേറ്റീവ് അന്റഗോണിസം, ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് നോൺ റിവേഴ്സിബിൾ അന്റഗോണിസം എന്ന് പറയാറുണ്ട്. ദാറ്റ് ഈസ് എക്സാമ്പിൾ ഈസ് അസിറ്റൈൽകോളിൻ ആൻഡ് ഡെക്കാമെത്തോണിയം ഇൻ ദ സ്കെൽട്ടൽ മസിൽ എൻഡ് പ്ലേറ്റ്. അതിലാണെങ്കിൽ സ്കെൽട്ടൽ മസിൽ എൻഡ് പ്ലേറ്റിൽ ഇപ്പോൾ അസിറ്റൈൽകോളിന്റെ എഫക്ട് എന്ന് വെച്ചാൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസസ് മസിൽ കൺട്രാക്ഷൻ, സ്കെൽട്ടൽ മസിൽ കൺട്രാക്ഷൻ. അവിടെ നമ്മളിപ്പോൾ ഡെക്കാമെത്തോണിയം കൊടുക്കുകയാണെങ്കിൽ ഡെക്കാമെത്തോണിയത്തിന്റെ എഫക്ട് എന്ന് വെച്ചാൽ ഡെക്കാമെത്തോണിയം വിൽ റിവേഴ്സിബിളി ബ്ലോക്ക് ദ റിസപ്റ്ററിന് റിവേഴ്സിബിൾ ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു ചേഞ്ച് ഉണ്ടാക്കുക റിസപ്റ്ററിൽ. പിന്നെ അതുകൊണ്ട് തന്നെ അസിറ്റൈൽകോളിനോട് ആക്ട് ചെയ്യാൻ കഴിയില്ല. സോ ഇത് നോൺ കോമ്പറ്റേറ്റീവ് അന്റഗോണിസം എന്ന് പറയും. ദെൻ നെക്സ്റ്റ് ഈസ് ദ ഫിസിയോളജിക്കൽ അന്റഗോണിസം. അതായത് രണ്ട് ഫിസിയോളജിക്കൽ സിസ്റ്റത്തിൽ ആക്ട് ചെയ്തിട്ട് ഒരു എഫക്റ്റോടെ പ്രൊഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, അഡ്രിനാൽ ഇൻ ഹിസ്റ്റമിൻ അനഫിലാക്സിസ്. അഡ്രിനാലിന്റെ എഫക്ട് ഹിസ്റ്റമിൻ എന്ന് വെച്ചാൽ ഇറ്റ് പ്രൊഡ്യൂസസ് അലർജി ഓർ അനഫിലാക്റ്റിക് റിയാക്ഷൻസ് ഉണ്ടാക്കും. അപ്പോൾ അഡ്രിനാലിൻ വിൽ ആക്ട് ഓൺ ദ അഡ്രിനർജിക് റിസപ്റ്റേഴ്സ്. അഡ്രിനർജിക് റിസപ്റ്റേഴ്സിൽ ആക്ട് ചെയ്തിട്ട് ഹിസ്റ്റമിന്റെ ആക്ഷന് അപ്പോസ് ചെയ്യും. പക്ഷേ ഹിസ്റ്റമിന്റെ റിസപ്റ്ററിൽ അഡ്രിനാലിൻ ആക്ട് ചെയ്യത്തില്ല. ഇപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള റിസപ്റ്റേഴ്സിൽ ആക്ട് ചെയ്തിട്ട് ഒരു ഫിസിയോളജിക്കൽ ആക്ഷന് ഒപ്പോസ് ചെയ്തിട്ടുള്ള മറ്റൊരു ആക്ഷനോട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ നമ്മൾ ഫിസിയോളജിക്കൽ അന്റഗോണിസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡ്രഗ് ടോക്സിസിറ്റി.
ഡ്രഗ് ടോക്സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം എല്ലാ ഡ്രഗിനും ഫിസിയോളജിക്കൽ ആക്ഷൻ അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ഉള്ളതുപോലെ തന്നെ ഒരു ടോക്സിക് ആക്ഷൻ ഉണ്ടാവും. എസ്പെഷ്യലി നമ്മൾ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ലെവൽ അല്ലെങ്കിൽ ഡോസ് ലെവൽ റേഞ്ച് കൂടുമ്പോൾ അതിന് ടോക്സിക് ലെവലിലെത്തും. അതിന് ടോക്സിറ്റി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് അതിന് തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ബേസ് ചെയ്തിട്ടാണ്. തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് that is equal to LD50 divided by ED50. ഇനി എന്താണ് ഇവിടെ LD50 എന്ന് നമുക്ക് നോക്കാം. LD50 എന്ന് പറയുന്നത് അതായത് the concentration of the drug which produces the lethal effect of the 50% of population of testing animal. ടെസ്റ്റിംഗ് ചെയ്യുന്ന ആനിമൽസിൽ ഒരു അതിൽ 50% ലീതൽ ഡോസ് അല്ലെങ്കിൽ അതിന്റെ ആനിമലിന്റെ ഡെത്ത് ഉണ്ടാക്കുന്ന അതിന് ലീതൽ ഡോസ് എന്ന് പറയുന്നത് ആ ഒരു 50% പോപ്പുലേഷനിൽ ലീതൽ ഡെത്ത് ഉണ്ടാക്കുന്ന ആ ഒരു കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ദാറ്റ് ED മീൻസ് എഫക്റ്റീവ് ഡോസ്. അതായത് 50% പോപ്പുലേഷനിൽ ഒരു ഡിസൈഡ് ഫാർമക്കോളജിക്കൽ എഫക്ട് തരുന്ന ആ ഡോസിനെയാണ് നമ്മൾ ED50 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് LD50 by ED50 is the therapeutic index. If the therapeutic index is more, then the safety is the margin of safety will be high. ഇത് ലെസ് ആണെന്നുണ്ടെങ്കിൽ സേഫ്റ്റി വന്നിട്ട് കുറവായിരിക്കും. ബട്ട് ഡിജോക്സിനെ സംബന്ധിച്ചുള്ള തെറാപ്യൂട്ടിക് ഇൻഡെക്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ഉണ്ടാവണം. അങ്ങനെയുള്ള ഡ്രഗ് കൊടുക്കുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ടി വരും. ഈ ഡ്രഗ് ടോക്സിറ്റി എന്തൊക്കെ ഡ്രഗ് ടോക്സിറ്റി ആണുള്ളത് നമുക്ക് നോക്കാം. അതിൽ വരുന്നതാണ് ഇൻടോളറൻസ്. അതായത് ഒരു സ്മോൾ ഡോസ് തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ അത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള എഫക്റ്റ് ഉണ്ടാക്കും. അലർജിക് റിയാക്ഷൻസ് ടു ഇഡിയോസിൻക്രാറ്റിക് റിയാക്ഷൻസ് ഉണ്ടാക്കും. അത് ജനറ്റിക്കലി ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സ് കൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് ആണ് നമ്മൾ ഇഡിയോസിൻക്രസി എന്ന് പറയുക. ഇനി ബ്ലഡ് ഡിസ്ക്രാസിയാസിസ്. Blood dyscrasias എന്ന് വെച്ചാൽ some toxic effect of the drug on the blood bone marrow. For ഒരു ഡ്രഗ് എക്സാമ്പിൾ വെച്ചാൽ ക്ലോറാഫെനിക്കോൾ പോലുള്ള ഡ്രഗ്സ് എന്ന് വെച്ചാൽ ബോൺ മാരോയിൽ അഫക്ട് ചെയ്തിട്ട് എഗ്രാനുലോസൈറ്റോസിസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അനീമിയ അല്ലെങ്കിൽ അനീമിയ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാക്കുക. അതിനാണ് ബ്ലഡ് ഡിസ്ക്രാസിയാസിസ് എന്ന് പറയുക. നെക്സ്റ്റ് ഈസ് ഹെപ്പാറ്റോടോക്സിറ്റി. മെജോറിറ്റി ഓഫ് ദ ഡ്രഗ്സ് ആർ ഡീടോക്സിഫൈഡ് ഫ്രം ദ liver. So some halogenated hydrocarbons that will produce toxic to the liver cells and tissues. അതുകൊണ്ട് തന്നെ അത് ഹെപ്പറ്റോക്സിസിറ്റി ഉണ്ടാവും. ഹാലത്തേൻ എന്ന് പറയുന്നത് ഒരു ഹാലത്തേൻ അതുപോലെ പാരസെറ്റമോൾ, ദീസ് ആർ ദ ഡ്രഗ്സ് വിച്ച് വിൽ പ്രൊഡ്യൂസ് ഹെപ്പറ്റോക്സിക് എഫക്ട്. നെക്സ്റ്റ് നെഫ്രോടോക്സിറ്റി. സൾഫോണമൈഡ്സിന്റെ പ്രോപ്പർട്ടി ദാറ്റ് വിൽ പ്രൊഡ്യൂസസ് ക്രിസ്റ്റൽ യൂറിയ. ഇതിന്റെ മെറ്റബോളൈസ് ചെയ്ത് ലാസ്റ്റ് ക്രിസ്റ്റൽ ഫോമിൽ ഉണ്ടാവും. അത് ക്രിസ്റ്റൽ യൂറിയ കിഡ്നിയിൽ അവിടെ ചില ക്രിസ്റ്റൽസിന്റെയും അവിടെ വന്നിട്ട് ഇഞ്ചുറി ഉണ്ടാക്കും. അപ്പോൾ നെഫ്രോടോക്സിറ്റി ഉണ്ടാകുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് ബിഹേവിയറൽ ടോക്സിറ്റി. അതായത് ചില ഡ്രഗ്സ് അത് നമ്മുടെ നോർമൽ ബിഹേവിയറിനെ അതിന്റെ ഡോസ് ഹയർ ഡോസ് ആകുമ്പോഴത്തേക്കും നോർമൽ ബിഹേവിയറിനെ അഫക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ അട്രോപ്പിൻ ദാറ്റ് വിൽ പ്രൊഡ്യൂസസ് യൂഫോറിയ, എക്സൈറ്റേഷൻ ആൻഡ് മാനിയ അറ്റ് ടോക്സിക് ഡോസ്. നെക്സ്റ്റ് ഈസ് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡിസീസസ്. ഈ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡിസീസിന്റെ മറ്റു പേരാണ് അയോട്രോജനിക് ഡിസീസ് എന്ന് പറയും. അതിന് എക്സാമ്പിൾ വെച്ചാൽ ചില ഡ്രഗ് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിന്റെ അത് കൊടുക്കുന്ന ഒരു ഡിസൈഡ് ഫാർമക്കോളജിക്കൽ എഫക്റ്റിന് വേണ്ടി കൊടുക്കുന്നതായിരിക്കും. പക്ഷേ ആ എഫക്റ്റ് കൂടാതെ ഇതിന് മറ്റു സൈഡ് എഫക്ട്സ് ഉണ്ടാകും. അതിനുള്ള മറ്റൊരു സൈഡ് എഫക്ട്സ് ആയിരിക്കും എന്ത് ചെയ്യും ഈ ഫോർ എക്സാമ്പിൾ ദാറ്റ് ക്ലോർപ്രോമസിൻ എന്ന് പറഞ്ഞ ഡ്രഗ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഒരു സൈക്കോട്ടിക് ഡ്രഗ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഈ ബിക്കോസ് ഓഫ് ഇറ്റ്സ് കോളിനർജിക് ആക്ടിവിറ്റി കാരണം ഇറ്റ് വിൽ പ്രൊഡ്യൂസസ് പാർക്കിൻസോണിസം ലൈക്ക് സിൻഡ്രോം ഉണ്ടാക്കും. പാർക്കിൻസോണിസം ലൈക്ക് സിൻഡ്രോം ഏതാണ് ക്ലോർപ്രോമസിൻ ഉണ്ടാക്കും. അതിന് അയോട്രോജനിക് ഡിസീസ് എന്ന് പറയും. നെക്സ്റ്റ് ഈസ് അൺമാസ്കിംഗ് ഓഫ് ഡിസീസ്. അതായത് ചില ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം പ്രഗ്നൻസിയിലൊക്കെ ആണെങ്കിൽ ചില നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ചില ഡിസീസസ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചില മെഡിസിൻസ് കൊടുക്കുമ്പോഴത്തേക്കും ആൾറെഡി പ്രീവിയസ് ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഡിസീസസ് അവിടെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് വെച്ചാൽ ഐസോനിയോസിഡ് ക്യാൻ അൺമാസ്ക് ദ ലേറ്റന്റ് എപ്പിലെപ്സി. നെക്സ്റ്റ് എൻഡോക്രൈൻ ഡിസ്റ്റർബൻസസ്. നമ്മളിപ്പോ ഒരു ആന്റിസൈക്കോട്ടിക് ആന്റി ഹൈപ്പർടെൻസീവ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ് റിസർപ്പിൻ എന്ന് പറയുന്നത്. ഈ റിസർപ്പിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് പ്രൊഡ്യൂസസ് ദാറ്റ് ഫെമിനൈസേഷൻ ഇൻ മെയിൽസ് ആൻഡ് റിഡക്ഷൻ ഇൻ ദ ഫെർട്ടിലിറ്റി ബൈ ദ എൻഡോക്രൈൻ ഫെർട്ടിലിറ്റി ഇൻ ഫീമെയിൽസ് ബൈ എൻഡോക്രൈൻ ഡിസ്റ്റർബൻസസ്. നെക്സ്റ്റ് ഇസ് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസസ്. ഇലക്ട്രോലൈറ്റ് നമ്മുടെ ബോഡിയിലുള്ള ഇലക്ട്രോലൈറ്റ്സ്, അതായത് നമ്മുടെ ബൈകാർബണേറ്റ്സ് അതുപോലെ തന്നെ സോഡിയം, പൊട്ടാസ്യം ഇതൊക്കെയാണ് ഇലക്ട്രോലൈറ്റ്സിനകത്ത് വരിക. ഇപ്പോ നമ്മൾ ഈ ഹൈഡ്രോകോർട്ടിസോൺ അല്ലെങ്കിൽ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, സ്റ്റിറോയിഡ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും
that will produces that sodium and potassium sodium retention ഉണ്ടാക്കും. അപ്പോൾ sodium retention ഉണ്ടാക്കുമ്പോൾ തന്നെ fluid retention ഉണ്ടാവും. That will leads to edema, നീരുണ്ടാവും ബോഡിയിൽ. Then some skin reactions, ചില drugs that will produce some skin reactions from exfoliation, നമ്മുടെ സ്കിൻ പൊളിഞ്ഞു പോകത്തൊക്കെ exfoliation, some dermatitis, ചിലപ്പോൾ ആർട്ടിക്കേരിയ, സിമ്പിൾ ആയിട്ടുള്ള ആർട്ടിക്കേരിയ മുതൽ എക്സ്ഫോളിയേഷൻ വരെ ഉണ്ടാക്കാറുണ്ട് ചില ഡ്രഗ്സ്. അതുപോലെ തന്നെ കാർസിനോജെനിസിസ്, എല്ലാ ഡ്രഗ്സും കാർസിനോജെനിസിസ് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കാറില്ല, എന്നാലും സം കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഒരു ടോക്സിക് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് എല്ലാം അവിടെ ഫോം ചെയ്യുകയും ആ ഫ്രീ റാഡിക്കൽസ് ബേസ് ചെയ്തിട്ട് അവിടെ കാർസിനോജെനിസിസ് വരാനുള്ള ചാൻസ് കൂടുതലുണ്ടാവും. നെക്സ്റ്റ് ഈസ് ടെറാട്ടോജെനറ്റിക് എഫക്ട്. എന്താണ് ടെറാട്ടോജെനറ്റിക് എഫക്ട്? അതായത് ചില മെഡിസിൻസ് നമ്മൾ ക്യാരിങ് ആയിട്ടുള്ള മദറിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രഗ്നന്റ് വുമണിന് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ, പ്രത്യേകിച്ച് ഫസ്റ്റ് ട്രൈ സെമിസ്റ്ററിലെ കണ്ടീഷൻസിൽ ആ ഡ്രഗ് ദാറ്റ് വിൽ അഫക്ട് ദ ഫീറ്റസ് ആൻഡ് പ്രൊഡ്യൂസസ് ദ ഫോർമേഷൻ ഫീറ്റൽ കംപ്ലീറ്റ് ഡെവലപ്മെന്റ് ടൈമിൽ അതിന്റെ ഓർഗാനോജെനിസിസോ അല്ലെങ്കിൽ ഫോർമേഷൻ അത് അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യുകയും അങ്ങനെ സം അബ്നോർമാലിറ്റീസ് ഉണ്ടാക്കുകയും ചെയ്യും. ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അബ്നോർമാലിറ്റീസ് ഉണ്ടാക്കും. അതിന് നമ്മൾ ടെറാട്ടോജെനറ്റിക് എഫക്ട് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് താൽഡോമൈഡ് that produces ഫോക്കോമെലിയ. ഫോക്കോമെലിയ വെച്ചാൽ അബ്നോർമൽ ലിംബ് ഫോർമേഷനെ പറയുന്നതാണ് ഫോക്കോമെലിയ എന്ന് പറയുക. താൽഡോമൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഈ മോർണിംഗ് സിക്നസിനൊക്കെ കൊടുക്കുന്ന ഒരു ഡ്രഗ് ആണ്. ഇത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് ആ ഈ ട്രൈ സെമിസ്റ്ററിൽ ആ കുഞ്ഞിന്റെ ഈ ലിംബ് ഫോർമേഷനിൽ അവിടെ അബ്നോർമാലിറ്റീസ് ഉണ്ടാകും. അതിനാണ് ഫോക്കോമെലിയ എന്ന് പറയുക. നമുക്ക് മറ്റൊരു അറിയാന്നുള്ളതാണ് ടെട്രാസൈക്കിൾ that will produces that teeth discoloration, അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ ടീത്തിന് പകരം അവിടെ ഒരു ഓറഞ്ച് കളർ ടീത്ത് ഒക്കെ ഫോം ചെയ്യും, അല്ലെങ്കിൽ ബോൺസിലൊക്കെയാണ് അത് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അങ്ങനെ ഫോം ചെയ്യും. നെക്സ്റ്റ് ഈസ് അഡിക്ഷൻ. അഡിക്ഷൻ ഈസ് അതർവൈസ് നോൺ ആസ് ഡ്രഗ് ഡിപ്പെൻഡൻസ്. അതായത് ഒരു നമുക്ക് ഒരു ഡ്രഗിനോടുള്ള സ്ട്രോങ് ഡിസയർ ടു ഗെറ്റ് ദ ഡ്രഗ്, കണ്ടിന്യൂസ് ആയിട്ട് ആ ഡ്രഗ് യൂസ് ചെയ്യണമെന്നുള്ള സ്ട്രോങ് അങ്ങനെ ഡിസയർ അവിടെ ഉണ്ടാക്കും. അതിന് നമ്മൾ ഡ്രഗ് ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് പറയുക. രണ്ട് തരത്തിലുള്ള ഡിപ്പെൻഡൻസ് ആണുള്ളത്. ഒന്ന് സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ്, രണ്ട് ഫിസിക്കൽ ഡിപ്പെൻഡൻസ്. സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് നമുക്കൊരു ചായ കുടിച്ചാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹം ഉണ്ടാവും. അത് നമുക്ക് സ്ഥിരമായിട്ട് ചായ കുടിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ചായ കുടിക്കുന്നത്, അതിനെ നമ്മൾ സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് അല്ലെങ്കിൽ എന്ന് പറയുക. സെക്കൻഡ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ഡിപ്പെൻഡൻസ്. ഫിസിക്കൽ ഡിപ്പെൻഡൻസ് വെച്ചാൽ ആ ഒരു ക്രോണിക് ആൽക്കഹോളിക്സിനാണെങ്കിൽ ആൽക്കഹോൾ ഇല്ലെങ്കിൽ കൈവിറയ്ക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിലോട്ട് പോകും അല്ലെ. അതിനെ നമ്മൾ ഫിസിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുക. ഫിസിക്കൽ ഡിപ്പെൻഡൻസിൽ സ്ട്രോങ് അപ്പൊ ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വിഡ്രോവൽ ഡ്രഗ് കിട്ടാതെ കഴിഞ്ഞാൽ വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ ഉണ്ടാക്കും. അപ്പൊ അത് വളരെ കണ്ടീഷൻ വളരെ വർസായി പോകാറുണ്ട്. ഇനി മെത്തേഡ് ഓഫ് പ്രൊലോങ്ങിങ് ഡ്രഗ് ആക്ഷൻ. ഡ്രഗ് ആക്ഷനെ നമുക്ക് എങ്ങനെ പ്രൊലോങ് ചെയ്യാന്നുള്ളതാണ്. അവിടെ വെച്ചാൽ നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഇനി ഇത്രയും വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് മോഡൽ ക്ലാസ്സിൽ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മുടെ കോഴ്സ് പാക്കേജ് ഇതിൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിൽ നിന്ന് ഈടാക്കുന്ന ആ ഒരു കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 10,000 rupees ആണ്. ഇതിൽ സിംഗിൾ പേയ്മെന്റ് ആണെങ്കിൽ അതിന് 10% റെഡ്യൂസ് ചെയ്ത് 9,000 ആണ് അവിടെ കോഴ്സ് പാക്കേജ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇനി അതിന് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ 6,000 ഫസ്റ്റും പിന്നീട് 4,000 അതിന്റെ എമൗണ്ട് ആയിട്ട് വരിക. ഇതിന്റെ ഈ ഒരു എമൗണ്ടിൽ തന്നെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ്, അതായത് നമ്മുടെ റാങ്ക് ഫയൽ ഉണ്ട്, അതുപോലെ തന്നെ അത് കൂടാതെ കുറെ സോൾഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതൊക്കെ തന്നെ ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്നതാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, എ ഡ്രഗ് കോമൺലി യൂസ്ഡ് വിത്ത് ലോക്കൽ അനസ്തെറ്റിക്. ഓപ്ഷൻ എ ഈതർ, ഓപ്ഷൻ ബി നൈട്രസ് ഓക്സൈഡ്, ഓപ്ഷൻ സി സൈക്ലോപ്രോപ്പൈൻ, ഓപ്ഷൻ ഡി അഡ്രിനാൽ. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അഡ്രിനാലിനാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് അഡ്രിനാലിൻ ഈ ലോക്കൽ അനസ്തെറ്റിക്സിന്റെ കൂടെ ആഡ് ചെയ്യുന്നത് വെച്ചാൽ, അഡ്രിനാലിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വാസോ കൺസ്ട്രിക്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. വാസോ കൺസ്ട്രിക്റ്റീവ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ ഈ ലോക്കൽ അനസ്തെറ്റിക്സ് നമ്മളുടെ സൈറ്റ് ഓഫ് ഇഞ്ചക്ഷനിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ അത് അബ്സോർബ് ചെയ്യത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് അബ്സോർബ് ചെയ്യുന്നു. സോ ഇറ്റ്സ് ആക്ഷൻ അവിടെ ആ ഒരു ലോക്കൽ എഫക്ട് ആ ഏരിയയിൽ മാത്രം എഫക്റ്റ് അവിടെ കൂടുതൽ ടൈം പ്രൊഡ്യൂസ് ചെയ്യും. ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ അവിടെ ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്ക്രീഷൻ ഓഫ് ഡ്രഗ് മോസ്റ്റ്ലി ഒക്കർ ത്രൂ kidney. Option A kidney, option B intestine, option C heart, option D lungs. Here the correct answer is option A kidney.
അപ്പോൾ നമുക്കറിയാം excretion majorly it is through kidney. Next question. Question number 3, that is entrance of the drug to the blood circulation is called A. excretion, B. distribution, C. absorption, D. reduction. The entrance of the drug to the blood circulation and പറയുന്ന പേരാണ് absorption. That is option, the correct answer is option C. Next is question number 4. Excretion of volatile general anesthetic occur through option A. lungs, option B. heart, option C. kidney, option D. intestine. Volatile general anesthetics absorb ചെയ്യുന്നതും അതുപോലെ excrete ചെയ്യുന്നതും through lungs വഴിയാണ്. So the correct answer is option A. Dash is the term applied when symptoms of overdose are produced even when a lower dose than therapeutic dose is administered. നമ്മുടെ ഇൻടോളറൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഒരു ചെറിയൊരു ഡോസ് കൊടുത്താൽ തന്നെ നമുക്ക് എന്തുണ്ടാവും, സിംറ്റംസ് ഓവർഡോസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പൊ ഓവർഡോസ് കൊടുത്തത് പോലുള്ള സിംറ്റംസ് ഉണ്ടാക്കും. അപ്പൊ അവിടുത്തെ ആൻസേഴ്സ് ഇവിടെ ഉള്ളത് ഓപ്ഷൻ എ അനഫിലാക്സിസ്, ഓപ്ഷൻ ബി ഡ്രഗ് ഡിപെൻഡൻസ്, ഓപ്ഷൻ സി ക്വാണ്ടിറ്റേറ്റീവ് ഇൻടോളറൻസ്, ഓപ്ഷൻ ഡി സാനലിസം. Here the correct answer is option C, quantitative intolerance. ചെറിയൊരു ഡോസ് കൊടുത്താൽ തന്നെ അത് ഓവർഡോസിന്റെ സിംറ്റംസ് അവിടെ കാണിക്കും. Next is question number 6. The fate of a drug include biotransformation and option A absorption, option B distribution, option C bioavailability, option D excretion. ഒരു ഡ്രഗിന്റെ ഫേറ്റ് അല്ലെങ്കിൽ അതിന്റെ അത് എങ്ങനെയാണ് ബോഡിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്ത് പോകുന്നതെന്ന് വെച്ചാൽ ഇൻക്ലൂഡ് ബയോട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ലിപ്പിഡ് സോബിലിറ്റി മാറ്റി വാട്ടർ സോബിൾ ആയിട്ട് മാറ്റും, അത് ഡീടോക്സിഫൈ ചെയ്ത് അപ്പോൾ അത് ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ എക്സ്ക്രീഷനും ബയോട്രാൻസ്ഫോർമേഷൻ വഴിയാണ് അതിന്റെ ഫാറ്റ് ഒരു ഡ്രഗിന്റെ ഫാറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് question number 7. The phenomenon of opposing the action of two drugs on the same physiological system. That is option A drug antagonism, option B tachyphylaxis, option C drug dependence, option D additive effect. The phenomenon of opposing the action of two drugs on the same എന്ന് പറയുന്ന പേരാണ് drug antagonism. That is the option A. Next question is question number 8. Diminishing the response to frequently repeated dose of a drug is termed as. അതായത് ഒരു ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്ന ഡ്രഗിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ റെസ്പോൺസ് ഡിമിനിഷ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഓപ്ഷൻ എ ടാക്കിഫിലാക്സിസ്, ഓപ്ഷൻ ബി സൈനർജിസം, ഓപ്ഷൻ സി ടോളറൻസ്, ഓപ്ഷൻ ഡി ഡിപെൻഡൻസ്. ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ടോളറൻസ്. ഇനി അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് ടാക്കിഫിലാക്സിസ് അല്ലേന്ന്. Tachyphylaxis is acute tolerance, അതായത് ഷോർട്ട് ഡ്യൂറേഷൻ കൊണ്ട് നമ്മൾ ഫ്രീക്വന്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡോസ് കൊടുക്കുമ്പോഴത്തേക്കും വരുന്നതാണ് ടാക്കിഫിലാക്സിസ് എന്ന് പറയുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇത് കൊടുക്കുമ്പോഴത്തേക്കും അവിടെ ഷോർട്ട് ഡ്യൂറേഷൻ അല്ല, അത് കൊടുക്കുമ്പോഴത്തേക്കും വരുന്നത് നമ്മൾ അതിനെ ടോളറൻസ് എന്നാ പറയുക. അവിടെ അക്യൂട്ട് ടോളറൻസിന്റെ മുന്നേ മറ്റു പേരാണ് ടാക്കിഫിലാക്സിസ്. അപ്പം നമുക്ക് PSC ലെവലിലൊരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വേണം നമുക്ക് അവിടെ കൊടുക്കാൻ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. The drug absorption through intact skin depends upon water. Option A water solubility, option B fat solubility, option C protein binding, option D surface active property. അപ്പോൾ the drug absorption through intact skin depends upon the fat solubility. അതാണ് ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ. An acute systemic reaction that occur in previously sensitized individual after exposure to sensitizing antigen. അപ്പോൾ നമ്മൾക്ക് അറിയാം ഒരു അലർജി റിയാക്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഉണ്ടാകുന്ന വെച്ചാൽ നേരത്തെ ഒരു അലർജി അല്ലെങ്കിൽ ഒരു അലർജനിക് ആയിട്ടുള്ള മെറ്റീരിയൽസുമായിട്ട് ഒരു എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ആ ഒരു ഡ്രഗോ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസുമായിട്ട് വീണ്ടും ഒരു എക്സ്പോഷർ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്നതാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫോമാണ് അനഫിലാക്സിസ്. സോ ഹിയർ ദ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഡ്രഗ് ടോക്സിസിറ്റി, B potentiation, C antagonism, D anaphylaxis. Here the correct answer is option D anaphylaxis. Next is question number 11. The estimation of activity of a drug by measuring its biological effect on animals or isolated tissue is option A bioassay, option B radioimmunoassay, option C fluoroimmunoassay, option D chemical assay. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബയോസേ. അതായത് നമ്മൾ ഒരു അതിന്റെ ആക്ടിവിറ്റി, അതായത് ഒരു ഡോസേജ് ഫോമിലുള്ള
അതിന്റെ ഡ്രഗ് and കണ്ടന്റിന്റെ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ബയോഅസേ ബേസ് ചെയ്തിട്ടാണ്, ആനിമൽസ് ആണ് യൂസ് ചെയ്തിട്ട്. In question number 12, a drug molecules which chemically modified for improving the absorption and liberating the active drug after metabolism in the body is option A, enzyme, option B, hormone, option D, prodrug, option D, neurotransmitter. Here the correct answer is option C, prodrug. ഇത് നേരത്തെ ക്ലാസ്സിൽ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്, റിവൈസിന് വേണ്ടി കൊടുത്തതാണ് എക്സാമ്പിൾസ്. ഡ്രഗ്സ് ആർ അഡ്മിനിസ്ട്രേറ്റ് ബൈ റബ്ബിംഗ് ഓൺ ദ സ്കിൻ ബൈ. അപ്പോൾ നമ്മൾ ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റ് സ്കിന്നിൽ റബ്ബ് ചെയ്തിട്ട് അത് ട്രാൻസ്ഡെർമൽ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇവിടെ വരിക, ട്രാൻസ്കുട്ടേനിയസ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇവിടെ വരിക. ഇവിടെ അതിനകത്ത് ഏത് നോക്കാം, ഇതെല്ലാം തന്നെ ട്രാൻസ്കുട്ടേനിയസ് റൂട്ടാണ്. ഒന്ന് ഓപ്ഷൻ എ അയൻഡോഫോറസിസ്, ബി ഇനക്ഷൻ, സി ജെറ്റ് ഇൻജെക്ഷൻ, ഡി അഡ്ഹസീവ് യൂണിറ്റ്സ്. The correct answer is option B, inaction. Next is question number 14. Genetically determined abnormal reactivity to a chemical. Option A, anaphylaxis. Option B, intolerance. Option C, idiosyncrasy. Option D, immunity. Here the correct answer is option C, idiosyncrasy. അതായത് ഇഡിയോസിൻക്രസി വെച്ചാൽ നോർമലി ബാക്കിയുള്ള എല്ലാവർക്കും ഈ ഒരു പർട്ടിക്കുലർ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഡ്രഗിനോട് ഒരു അബ്നോർമൽ ആക്ടിവിറ്റി ഇല്ല, ബട്ട് ഡ്യൂ ടു സം ജനറ്റിക്കൽ മേക്കപ്പ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഇറ്റ് മേ ഷോ സം അലർജിക് ഓർ അനഫിലാക്റ്റിക് റിയാക്ഷൻ. അതിനെ പറയുന്ന പേരാണ് ഇഡിയോസിൻക്രാറ്റിക് റിയാക്ഷൻ അല്ലെങ്കിൽ ഇഡിയോസിൻക്രസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് 15. Acetylcholine, adrenaline, histamine and serotonin are commonly used dash in isolated tissue preparation in practical pharmacology. Option A, prodrug. Option B, antagonist. Option C, agonist. Option D, standard. Here the correct answer is option C, agonist. Acetylcholine, adrenaline, histamine, serotonin ഒക്കെ നമ്മളുടെ എക്സ്പെരിമെന്റൽ ഫാർമക്കോളജിയിൽ യൂസ് ചെയ്യുന്ന അഗോണിസ്റ്റുകളാണ്. Question number 16. Total body elimination is the sum of metabolic rate of elimination and option A, rate of administration, option B, bioavailability, option C, renal rate of elimination, option D, drug tolerance. Here the correct answer is option C, the renal rate of elimination. അവിടെ നമുക്ക് ഒരു പ്ലാസ്മ ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്മ ക്ലിയറൻസ് എന്ന് വെച്ചത് the rate of elimination of the drug divided by the concentration of the drug in the body. അതിൽ വരുന്നതാണ്. The body elimination of the body, the total body elimination is the sum of the metabolic rate of elimination and the renal rate of elimination. Next is question number 17. The state of insensitivity or decreased sensitivity to a drug is option A, the drug resistance, option B, the drug tolerance, option D, adverse drug reaction, option D, drug dependent. Here the correct answer is option A, the drug റെസിസ്റ്റൻസ്. അതായത് നമ്മൾ എത്ര ഇത് കൊടുത്തു കഴിഞ്ഞാലും ആ ഡ്രഗിന് ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ആ ഒരു ഫിസിയോളജിക്കൽ ആക്ഷൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ഡ്രഗ് റെസിസ്റ്റൻസ് ആണ്. Question number 18. The renal excretion of penicillin and indomethacin and dapsone are inhibited by option A, paracetamol, option B, adrenaline, option C, tetracycline, option D, probenecid. Here the correct answer is probenecid. ഇവിടെ probenecid എന്ന് പറയുന്നത് ഒരു യൂറിക്കോ സൂറിക് ഏജന്റ് ആണ്. യൂറിക്കോ സൂറിക് ഏജന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള യൂറിക് ആസിഡിനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്ന ഡ്രഗ് ആണ്. പക്ഷേ ഇതിന്റെ പ്രസൻസ് എന്ന് വെച്ചാൽ ഇത് പെൻസിലിൻസ് എന്ന് വെച്ചാൽ ട്യൂബുലാർ സെക്രീഷൻസ് വഴിയാണ് അത് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുക. ആ ട്യൂബുലാർ സെക്രീഷനെ ബ്ലോക്ക് ചെയ്യും. എന്നിട്ട് അതുകൊണ്ട് തന്നെ ഈ പെൻസിലിൻസ് റീറ്റെയിൻ ചെയ്യും, ബ്ലഡിൽ റീറ്റെയിൻ ചെയ്യും. സോ ദ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ അവിടെ ഇൻക്രീസ് ചെയ്യും. പെൻസിലിനും ഇൻഡോമെത്താസിൻ അതുപോലെ തന്നെ ഡാപ്സോണിനും സെയിം എഫക്റ്റ് ആണ് അവിടെ സംഭവിക്കുക. പ്രോബെനസിഡ് അതിനെ അതിന്റെ എക്സ്ക്രീഷനെ ബ്ലോക്ക് ചെയ്യും. Question number 19. The acute tolerance is also known as option A, drug resistance, option B, drug dependence, option C, tachyphylaxis, option D, antagonism. Here the correct answer is option C, tachyphylaxis. Tachyphylaxis-നെയാണ് നമ്മൾ acute tolerance എന്ന് പറയുക. The last question, this is question number 20. The drug which produce teratogenicity. Option A, penicillin, option B, tetracycline, option C, sulfonamides, option D, aminoglycosides.
Here the correct answer is option B, tetracycle. നേരത്തെ പറഞ്ഞു താൽഡോമൈഡ് അതുപോലെ ടെട്രാസൈക്കിൾ. These are some examples of drug that produces teratogenicity. അതായത് മദറിന് ക്യാരിങ് ആയിട്ടുള്ള മദറിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്യുന്ന ഫീറ്റസിലെ അല്ലെങ്കിൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാക്കും. അതിന് നമ്മൾ ടെറാട്ടോജെനിസിറ്റി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ ടെട്രാസൈക്കിളിനാണ്. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ മോഡൽ ക്ലാസ് കഴിയാണ്. അപ്പോൾ ഇതിൽ അറ്റൻഡ് ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും താങ്ക്സ്. നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇതുപോലുള്ള ക്ലാസ്സസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതുവഴി മാത്രമേ നമുക്ക് മാക്സിമം ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാനും അതുപോലെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തും ഇത് മാക്സിമം ഷെയർ ചെയ്യുക. അവരോടും പറയുക ഇത് അറ്റൻഡ് ചെയ്യാൻ. കാരണം നമുക്ക് വരുന്ന PSC എക്സാമിനേഷന് വളരെ നല്ല വിജയം കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അതുപോലെ എക്സാംസും ഇതുപോലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ വഴി മാത്രമേ നമുക്ക് നമ്മുടെ നോളജ് കണ്ടിന്യൂസ് ആയിട്ട് ഷാർപ്പൺ ചെയ്ത് വെക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു.